Okay, so welcome back to another video of mathematics series. So നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടൈപ്പ് എത്രയാണ്? ടൈപ്പ് 6ഉം 7 ഇന്നലെ ചെയ്ത് ടൈപ്പ് 8ഉം 9ഉം ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന, അതായത് കണ്ടിന്യൂറ്റീൻ്റെ കേസ് ചെക്ക് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അതുമാത്രം എക്സാമിന് റെലവൻ്റ് ആയിട്ടുള്ളൂ. ഇതിവിടെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു എക്സാമ്പിൾ 9 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. എത്രാമത്തെ പേജാണ്? പേജ് നമ്പറൊക്കെ ഉണ്ടോ? പേജ് നമ്പർ കാണുന്നില്ല. പേജ് നമ്പർ 932 എക്സാമ്പിൾ 9 ടെക്സ്റ്റ് ബുക്കിൽ. അതേപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഫങ്ഷൻസ് ഇൻ 3 വേരിയബിൾ സിസ്റ്റം. മോർ ദാൻ 2 എന്ന് എഴുതി, പക്ഷേ നമ്മൾ 4ഉം 5ഉം 6ഉം ഒക്കെ വേണ്ടിക്ക് വരാം. പക്ഷേ നമ്മൾ 3 വേരിയബിൾ സിസ്റ്റമാണ് ഡീൽ ചെയ്യുന്നത്. അതായത് എഫ് ഓഫ് എക്സ് വൈ സെഡും കൂടി വരുന്ന കേസ്, അങ്ങനത്തെ കേസ് വന്നാൽ അതിനെങ്ങനെ ഡീൽ ചെയ്യാം. ഇത് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇനി അടുത്ത വീക്കെൻഡിലായിരിക്കും ചെയ്യുന്നുണ്ടോ. അതെപ്പോഴാണ്? അടുത്ത 20 ഫ്രൈഡേ ആണ്. 21 അടുത്ത സാറ്റർഡേ ഈ ഒരു പാർട്ടും പിന്നെ ഒരു മിക്സ്ഡ് ഈക്വാലിറ്റിയും വരുന്ന മിക്സ്ഡ് ഈക്വാലിറ്റി ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരുന്ന ഒരു ടൈപ്പ് ആയിരിക്കും ചെയ്യുന്നുണ്ടോ. നൗ ഫോർ ദ ടൈം ബീയിങ് ലെറ്റ്സ് ഫോക്കസ് ഓൺ ദിസ് ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ഇതിലായിരിക്കും കുറച്ചും കൂടി രസം കാണാൻ, കുറച്ചും കൂടി ഭംഗി. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു, ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇതൊരു പീസ് വൈസ് ഫംഗ്ഷനാണ്. കാരണം ഇതിന് ഒരു ഇൻ്റർവെല്ലിൽ ഒരു ഫംഗ്ഷനും വേറൊരു ഇൻ്റർവെല്ലിൽ വേറൊരു ഫംഗ്ഷനായിട്ടാണ് കൊടുത്തത്. സോ ഇറ്റ് ഈസ്, അതായത് ഒരു പീസ് വൈസ് എന്ന് പറയുമ്പോൾ ഒരു കേക്ക് നമ്മൾ ഇങ്ങനെ കഷ്ണമായിട്ട് പീസായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അതായത് ചില ആൾക്കാർക്ക് വലിയൊരു കഷ്ണം കൊടുത്ത് മറ്റേ ആൾക്ക് ചെറിയ കഷ്ണം കൊടുത്ത്, അപ്പോൾ പിന്നെ അത് പിന്നെ വലിയ അടിയും പിടിയല്ലാവും. കാരണം അത് അയാൾക്ക് മാത്രം ഇങ്ങനെ വലിയ കഷ്ണം കിട്ടി, എനിക്കെന്താ ചെറിയ കഷ്ണമായി പോയത്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഇതിപ്പോൾ 2 ഫംഗ്ഷനായിട്ട് ഇവിടെ മുറിച്ചിട്ടായുള്ളത്. ദിസ് ഈസ് എ പീസ് വൈസ് ഫംഗ്ഷൻ. അപ്പോൾ മൈനസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വെൻ എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0 എക്സും വൈയും 0 വരാത്ത ടൈമിൽ ആണ് ഈ ഒരു ഫംഗ്ഷൻ വരുന്നത്. ഇനി എക്സ് വൈ 0 ആകുമ്പോൾ 0 വരുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ കണ്ടിന്യൂറ്റീൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ചെക്ക് ചെയ്യണം. ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്. ഇത് ട്രൂ ആണോ നമുക്ക് നോക്കണം. ഇതിൻ്റെ എ പാർട്ട് ഷോ ദാറ്റ്, ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും, ഈ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും എക്സാമിന് വരുന്നുണ്ടാവുക. ഷോ ദാറ്റ് എഫ് എക്സ് എക്സ് വൈ ഇതെന്തായിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഡോ ബൈ ഡോ എക്സ് ആണ് ബേസിക്കലി ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഇസ് ദ നൊട്ടേഷൻ. ആൻഡ് എഫ് വൈ എക്സ് വൈ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡോ ബൈ ഡോ വൈ. ഇവിടെ ഡോ ബൈ ഡോ എക്സ്, ഇവിടെ ഡോ ബൈ ഡോ വൈ. എക്സ് ഇസ് അറ്റ് ഓൾ പോയിൻറ്റ്സ് എക്സ് വൈ. ഏതായത് ഡോ ബൈ ഡോ എക്സും ഡോ ബൈ ഡോ വൈയും ഇവിടെ എല്ലാ പോയിന്റ്സിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് മീൻസ് കണ്ടിന്യൂറ്റി. ഇവിടെ ബേസിക്കലി ചെക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എക്സിസ്റ്റ് അറ്റ് ഓൾ പോയിന്റ്സ് എക്സ് വൈ. ബി ക്വസ്റ്റിന് എക്സ്പ്ലെയിൻ വൈ എഫ് ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 0 ഫംഗ്ഷൻ കണ്ടിന്യൂ. ഇതെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈ ഇറ്റ് ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 0 അത് നമ്മൾ ബേസിക്കലി കണ്ടുപിടിക്കണം. സോ സൊല്യൂഷൻ ഫിഗർ 13 ഈ ഒരു ഫിഗർ ഇതാണ് ആക്ച്വലി മൈനസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഷേപ്പ് 3 ഡയമെൻഷണൽ സ്പേസിൽ ഇങ്ങനത്തെ ജാതി ഷേപ്പാണ് വരുന്നത്. എൻ്റെ അമ്പോ വല്ലാത്തൊരു ഷേപ്പ് തന്നെ, കാണുമ്പോൾ തന്നെ ഒരു സുഖം കിട്ടുന്നില്ല. ഇതെങ്ങനെയായത്? ഇതെന്ത് ആകൃതിയാണ്? കോണാണോ അല്ലെ വേറെ എന്തെങ്കിലും ഷേപ്പാണ്? ഇത് നമുക്ക് പേര് പറയാൻ പറ്റാത്തൊരു ഷേപ്പാണ്. സോ ഫിഗർ 13.33 ഷോസ് ദ ഗ്രാഫ് ഓഫ് എഫ്. ഇതാണ് ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. നോട്ട് ദാറ്റ് എഫ് ഈസ് സിമിലർ ടു ദ ഫംഗ്ഷൻ കൺസിഡേർഡ് ഇൻ എക്സാമ്പിൾ 1 ഓഫ് സെക്ഷൻ 13.2. അവിടെ പണ്ട് മുകളിലത്തെ ഗ്രാഫിനെ പറ്റിയിട്ട് സൂചിപ്പിക്കുന്നത്. എക്സെപ്റ്റ് ദാറ്റ് വി ഹാവ് അസൈൻഡ് എഫ് എ വാല്യൂ ഓഫ് 0 at 0 ഫംഗ്ഷൻ നമ്മൾ 0 എന്ന് പറഞ്ഞിട്ട് പോയിൻ്റാണ് കൊടുത്തില്ല. അതെങ്ങനെ നമുക്ക് മനസ്സിലായത്? ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലായി. എക്സെപ്റ്റ് അറ്റ് ദിസ് പോയിന്റ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് എഫ് ആർ എഫ് എക്സ് ഓഫ് എക്സ് വൈ. അതായത് നമ്മൾ എന്ത് കാണണം? ഈ ഫംഗ്ഷൻ്റെ ഡോ ബൈ ഡോ എക്സ് കാണണം. ഇവിടെ ആക്ച്വലി കാണേണ്ട ആവശ്യമില്ല. ഈ ഒരു മുകളിലത്തേൽ ഡോ ബൈ ഡോ എക്സ് ഇവിടെയൊക്കെയല്ലേ വേരിയബിൾസ് വരുന്നത്. ഈ ഒരു ഫംഗ്ഷനിലാണ് നമ്മൾ ശ്രദ്ധ. ഇവിടെ ഞാൻ കളർ വെച്ചിട്ട് കാണിക്കാം. ദിസ് ഫംഗ്ഷൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഡോ ബൈ ഡോ എക്സ് കാണണം. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ എക്സ് കാണുന്ന ടൈമിൽ ഇവിടെ എന്താണ്? അതായത് ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ്. മുകളിലൊരു വേരിയബിൾസ് ഉണ്ട്, താഴെയും വേരിയബിൾസ് ഉണ്ട്. സോ ഇവിടെ എന്ത് യൂസ് ചെയ്യണം? ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അല്ല, ഇവിടെ കോഷ്യൻ റൂൾ യൂസ് ചെയ്യണം. കോഷ്യൻ റൂൾ മീൻസ് എന്താ പറയുക? അതായത് when we need to take the derivative of 2 functions in numerator and denominator, first divide by second. അതിൻ്റെ കോഷ്യൻ റൂൾ പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്
ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫംഗ്ഷനിൻ്റെ ഹോൾ സ്ക്വയർ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റൂളാണിത്. ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ചെയ്ത് നോക്കാമല്ലോ. ഇതിന് ആൻസർ വരുന്നത് അപ്പോൾ അതായത് സെക്കൻഡ് ഫംഗ്ഷൻ അവിടെ ഒരു എന്തായാലും ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്. പിന്നെ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ താഴത്തെ ഫംഗ്ഷൻ x² + y² ഇൻറ്റു മറ്റേ എന്ത് ചെയ്യണം, ഇതെങ്ങനെയാണ് ചെയ്യുക, ഞാൻ ഒരു പേപ്പർ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു. ഇതാ സെക്കൻഡ് ഫംഗ്ഷൻ. ഇവിടെ ആക്ച്വലി ഞാൻ സ്റ്റെപ്പ് മുക്കിയിട്ടുണ്ട്, ഞാനത് എന്തായാലും ഒന്ന് എഴുതി കാണിച്ചു തരാം, കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും. സെക്കൻഡ് മൈനസ് ഇട്ട് സെക്കൻഡ് ഫംഗ്ഷൻ, ഇതാണ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇവിടെ പോയി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ xy -xy എന്നായിരുന്നു. ആ മൈനസ് ഞാൻ ഇവിടെ കോമൺ ആയിട്ട് പുറത്ത് എഴുതി. xy മൈനസ് ഓഫ് ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, പിന്നെ ഫസ്റ്റ് ഫംഗ്ഷൻ xy ഇൻറ്റു xy ഉണ്ട്, പക്ഷേ ഇവിടെ മൈനസ് ആണ്, കാരണം എന്താ ഓൾറെഡി മൈനസ് ഉണ്ട്. സോ മൈനസ് ഓഫ് xy അല്ലല്ല മൈനസ് ഉണ്ടോ, അത് മൈനസ് എവിടുന്നാണ് വരുന്നത് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഡോ/ഡോ/എക്സിൻ്റെ ടേംസിൽ എടുക്കുന്നത് ഓഫ് x² + y² ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ താഴത്തെ എൻ്റെ സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഹോൾ സ്ക്വയർ x² + y² ഹോൾ സ്ക്വയർ. യെസ്, ഹോൾ സ്ക്വയർ. ഇനി ഒരു കാര്യം ചെയ്യുക, ഈ ഡോ/ഡോ/എക്സ് ഓഫ് xy എന്താ, നമ്മൾ വൈനെ അവിടെ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ഇതിൻ്റെ പുറത്തെടുക്കുക. ഡോ/ഡോ/എക്സ് ഓഫ് y ഇൻറ്റു ഡോ/ഡോ/എക്സ് ഓഫ് എക്സ്, ദിസ് ഈസ് ഗോയിങ് ടു ബി 1. സോ y ഇൻറ്റു 1 അങ്ങനെയാണ്. മൈനസ് ഓഫ് x² + y² ഇൻറ്റു ഇവിടെ എന്ത് വന്ന്, ഇവിടെ y ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു y. അടുത്തത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരും, ഇവിടെ നിങ്ങൾ ലോജിക്കൽ ഇവിടെ xy ഉണ്ട് ഓൾറെഡി. ഓക്കെ, എനിക്കിപ്പം മനസ്സിലായി ഈ മൈനസ് എവിടുന്ന വന്നത്. അതായത് ഇതാ ഈ കണ്ടോ, ഈ ഇക്വേഷനിൽ ഇവിടെ ഒരു മൈനസ് ഇല്ല, എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. ഇപ്പം മനസ്സിലായി. ഇതാ ഈ ഒരു സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് മൈനസ്. യെസ്, ദിസ് മൈനസ് കംസ് ഫ്രം ദ കോഷ്യൻ റൂൾ എന്നാണ് ഈ മൈനസ് വരുന്നത്. ഓക്കെ, നൗ ഇറ്റ് മേക്സ് സെൻസ്. കുറച്ച് നേരമായിട്ട് എനിക്ക് തിരിയുന്നില്ല, ഇത് എവിടുന്ന് മൈനസ് വന്നില്ല, ഇപ്പം മനസ്സിലായി. ഓക്കെ, ദിസ് ഈസ് ഫ്രം ദ ഇക്വേഷൻ. അപ്പോൾ മൈനസ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഇവിടെ കോമൺ സെൻസ് വെച്ചിട്ട് എന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായാലും 2x എന്ന് വരും. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ എക്സിൻ്റെ ടേമില്ലാത്തതുകൊണ്ട് ഇതങ്ങ് 0 ആയി പോയി. സോറി ബോസ്, യു ആർ ഗോൺ. ഡിവൈഡഡ് ബൈ x² + y² ഹോൾ സ്ക്വയർ. ഇതാണ് ഫൈനലി കിട്ടുന്നത്. ഒരു കാര്യം ചെയ്യുക, എന്താ ചെയ്യാൻ പറ്റും, ഈ വൈന് ഉള്ളിലേക്ക് പോട്ടെ. മൈനസ് ഓഫ് x² ഇൻറ്റു y x², അതൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ y ഇൻറ്റു y² y³ എന്നായിട്ട് മാറും അല്ല, y³ y ഇൻറ്റു y² y³ മൈനസ് ഇവിടെ ഒരു കാര്യം ചെയ്യാം, x ഇൻറ്റു 2x² ഇത് പിന്നെന്താ വരിക, ഇവിടെ എന്തെങ്കിലും ടേം വിട്ടു പോകുന്നുണ്ടോ, xy അല്ലേ, നോക്കാം. y ഇൻറ്റു അല്ല, ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാനൊന്നുമില്ല എന്ന് തോന്നുന്നു. 2 ഇവിടെ ആക്ച്വലി എന്താണ്, ഇവിടെ ആക്ച്വലി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യണമല്ലോ, ഡയറക്റ്റ് ആയിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ആയാലോ. xy ഇൻറ്റു 2x, അപ്പോൾ 2x² y. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്താ ചെയ്യാൻ പറ്റുമോ, x² + y², ഇവിടെ ആക്ച്വലി ഓക്കെ ഞാനിവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ മൈനസ് ഓഫ് x² y, പിന്നെന്താ ഈ മൈനസിനുള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ മൈനസ് ഓഫ് x² y മൈനസ് ഓഫ് y ഇൻറ്റു, അതായത് മൈനസ് ഉള്ളിലേക്ക് ഇവിടെ കയറ്റുമ്പോൾ മൈനസ് ഓഫ് y ഇൻറ്റു y² y³. ഓക്കെ, ഇവിടെ ആക്ച്വലി 2 ടേമാണ്, ഞാൻ ഒറ്റ ടേം ആയിട്ട്, അതാണ് എനിക്കൊരു കൺഫ്യൂഷൻ വന്നത്. ഇനി ഇതിൻ്റെ ഹോൾ സ്ക്വയർ. ഇനി ഒരു കാര്യം ചെയ്യാം, മൈനസ് ഓഫ് x² y മൈനസ് y³, പിന്നെ എന്തുണ്ട് മൈനസ് ഓഫ് ഈ പറയുന്ന 2x² y. ഓക്കെ, മൈനസിന് എന്നാൽ ഉള്ളിൽ കയറ്റാത്തതാണോ നല്ലത്, കാരണം ഇതെന്തൊരു കൺഫ്യൂഷൻ ആകുന്നുണ്ടല്ലോ. മൈനസ് ഓഫ് x² y മൈനസ് y³, വാട്ട് വിഡ് വി ഡു, ഇത് പ്ലസ് ആവും അല്ലേ, ഇത് പ്ലസ് ബിക്കംസ് പ്ലസ്. ഓക്കെ ഞാൻ ആകെപ്പാടെ കൺഫ്യൂഷൻ എനിക്ക് തിരിയുന്നില്ലായിരുന്നു, ഇപ്പം മനസ്സിലായി. ഏത് സ്റ്റെപ്പിൽ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ആഡ് ചെയ്യാൻ വിട്ടുപോയി. എവിടെയാണത്, ഇവിടെ ഞാൻ ഇക്വേഷൻ്റെ ഒരു മൈനസ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇത്രമാത്രം ഫോക്കസ് ചെയ്യുന്നത്.
മൈനസ് ഇട്ട ശേഷം ഇവിടെ വീണ്ടും എന്തിടണം, ഒരു എക്സ്ട്രാ മൈനസ് ഇടുക. അതെന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എക്സ് വൈ മാത്രമല്ല, ഈ മൈനസിനും കൂടി കൺസിഡറേഷനിൽ എടുക്കണം. ദിസ് മൈനസ് ഓഫ് എക്സ് വൈ എന്നുള്ളതാണ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ഒരു മൈനസും കൂടി ഈ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഒരു മൈനസും കൂടി ഇട്ട് കൊടുക്കണം. മൈനസ് ഇക്വേഷൻ്റെ ഒരു മൈനസ് ഉണ്ട്, അതല്ലാണ്ട് ഇതിനൊരു മൈനസ് ഉണ്ട്. അപ്പോൾ ഈ മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആയി. അപ്പോൾ ദിസ് ബിക്കംസ് ഈ ഒരു ഇക്വേഷൻ ഇവിടെ സെക്കൻഡ് ടേം പ്ലസ് ആയി പോകും. ഇനി നമുക്ക് മുന്നോട്ട് പോകാം, ഇനി പ്രശ്നം ഉണ്ടാവില്ല. അതായിരുന്നു കുറേ നേരമായിട്ട് തിരിയേണ്ടെന്ന്. ഓക്കെ, ഇപ്പം തിരിഞ്ഞ്. ഇന്നലെ മുതലേ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് എനിക്ക് മെഞ്ഞാന്ന് മുതലേ എന്താണ് ഐ വാസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹൗ ദിസ് ബിക്കംസ് ദിസ്. അവിടെ ഒരു റീഅറേഞ്ച്മെൻറ്റ് ചെറിയൊരു മാത്തമാറ്റിക്കൽ ഒരു ഗ്ലിച്ച് പറ്റിയതാണ്. ഇപ്പോൾ റെഡി അടുത്തത്. അപ്പോൾ എവിടെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഈ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, പിന്നെ ഇവിടെ എൻ്റെ ഒരു വൈ ഉണ്ടായിരുന്നു. ഇനി മൈനസ് ഇവിടെ പുറത്ത് കിടക്കട്ടെ. ഇനി വൈൻ്റെ ഉള്ളിൽ കയറ്റ് എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ ക്യൂബ്. ഇനി മൈനസ് ഉള്ളിൽ കയറട്ടെ. മൈനസ് ഇത് മൈനസ് എക്സ് സ്ക്വയർ വൈ മൈനസ് ഓഫ് വൈ ക്യൂബ്. പിന്നെ എന്തുണ്ട് ഇവിടെ? ഈ സാധനം പ്ലസ് ആയിപ്പോയി. പ്ലസ് 2x സ്ക്വയർ വൈ. ഇത് ഒരേ ടേമാണല്ലോ, എക്സ് സ്ക്വയർ വൈ എക്സ് സ്ക്വയർ വൈ. അതായത് ബേസിക്കലി 2x സ്ക്വയർ വൈ മൈനസ് എക്സ് സ്ക്വയർ വൈ മൈനസ് വൈ ക്യൂബ്. അതായത് രണ്ട് ആപ്പിളിൽ നിന്ന് ഒരു ആപ്പിൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പിൾ എന്താണ് 2 മൈനസ് 1 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ മൈനസ് വൈ ക്യൂബ്. ഇവിടെ ആക്ച്വലി ഞാൻ ഡിവിഷൻ എന്താണ് ഡിനോമിനേറ്റർ മറന്നു പോയതല്ല, സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതാൻ പറ്റാത്തതാണ്. സോ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ആൻസർ വന്ന് ഫൈനലി സോൾവ് ആയിട്ട് നമ്മൾ ഫൈനൽ ആൻസർ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ മൈനസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ റേസ് ടു ക്യൂബ് അല്ല ഹോൾ സ്ക്വയർ. ഇനി ഇതേ ഫോർമാറ്റിൽ നമുക്ക് ഡോ വൈയും കണ്ടുപിടിക്കാം. ഇങ്ങനെ കണ്ടുപിടിക്കാം. വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ ഫംഗ്ഷൻ ഇനീഷ്യലി എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു വൈയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ്. ഇവിടെ വീണ്ടും കോഷ്യൻ്റ് റൂൾ തന്നെ യൂസ് ചെയ്യേണ്ടത്. സോ സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഡോ വൈ ഓഫ് മൈനസ് ഓഫ് എക്സ് വൈ മൈനസ് ഇത് കിട്ടുന്ന മൈനസ് ഇക്വേഷൻ്റെ മൈനസ് അല്ല, ഇക്വേഷനിലെ നമ്മുടെ കോഷ്യൻ്റ് റൂളിൻ്റെ മൈനസ് ആണത്. മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് ഓഫ് എക്സ് വൈ. അപ്പോൾ ഈ മൈനസ് ഇവിടെ ഇനി പ്ലസ് ആയി പോകും. ഓക്കെ, അത് കട്ടായിട്ട് പ്ലസ് ആയി പോകും. ഇൻറ്റു ഡോ വൈ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫംഗ്ഷനിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇനി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ ഇവിടെ ഈ പറയുന്ന മൈനസ് എക്സ് കോൺസ്റ്റൻ്റ്, അത് പുറത്ത് മൈനസ് എക്സ് ഇൻറ്റു ഡോ വൈ ഓഫ് വൈ. അപ്പോൾ ഈ സാധനം 1 വരും. ഓക്കെ, പ്ലസ് എങ്ങനെ പ്ലസ് ആയി? ഈ മൈനസും കട്ടായിട്ട് പ്ലസ് ആയി പോയി. എക്സ് വൈ ഇൻറ്റു ഇവിടെ എന്താ സംഭവിക്കും? എക്സ് സ്ക്വയറിൻ്റെ വൈൻ്റെ ടേമില്ലാത്തതുകൊണ്ട് അത് 0 ആയി പോകും. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇറ്റ് ഈസ് 2y. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യുക, ഈ മൈനസ് ഇവിടെ തൽക്കാലത്തേക്ക് പുറത്ത് കിടക്കട്ടെ. ഇനി എക്സിനുള്ളിൽ കയറ്റ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് ഇൻറ്റു വൈ സ്ക്വയർ എക്സ് വൈ സ്ക്വയർ പ്ലസ് ഇതെന്താ ചെയ്യുക, എക്സ് ഇൻറ്റു 2x വൈ ഇൻറ്റു ഇത് വൈ സ്ക്വയർ. അപ്പോൾ 2x വൈ സ്ക്വയർ. ഓക്കെ, ഇനി ഈ മൈനസ് ഉള്ളിലേക്ക് വരട്ടെ. ഇവിടെ ആക്ച്വലി ഞാൻ ഡിനോമിനേറ്റർ മറന്നു പോയതല്ല, എനിക്ക് സ്ഥലമില്ലായിട്ടാണ്. ഓക്കെ, ഡിനോമിനേറ്റർ ഉണ്ട്. ഇനി മൈനസ് ഉള്ളിൽ പോട്ടെ. മൈനസ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് 2x വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ഹോൾ സ്ക്വയർ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എഴുതാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതുന്നത്, അത് എന്നോട് ക്ഷമിക്കുക. ഈക്വൽ ടു ഇതാ ഞാൻ പറഞ്ഞ പോലെ ഈ ടേംസ് ഒക്കെ സെയിം ആണല്ലോ, എക്സ് വൈ സ്ക്വയറും എക്സ് വൈ സ്ക്വയറും. അപ്പോൾ രണ്ടിന്ന് ഒന്ന് ഓർക്കുന്ന പോലെ. സോ 2x വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, അതായത് 2 ആപ്പിൾ മൈനസ് 1 ആപ്പിൾ, 2 ബനാന മൈനസ് 1 ബനാന, 2 മറ്റേ പോംഗ്രനേറ്റ് മൈനസ് 1 പോംഗ്രനേറ്റ് ഈക്വൽ ടു 1 പോംഗ്രനേറ്റ്. അപ്പോൾ എന്താ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 1 പോംഗ്രനേറ്റ് എക്സ് വൈ സ്ക്വയർ മൈനസ് ഓഫ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. പെർഫെക്റ്റ്. ഇനി എന്തിട്ട് കൊടുക്കണം? ഓക്കെ, ഇത് ഇവിടുത്തെ വരെ കണ്ടുപിടിക്കുക. അതിന് ശേഷം അറ്റ് എക്സ് വൈ ഈക്വൽ ടു 0 0 എക്സ് വൈ ഈക്വൽ ടു 0 0 എക്സ് വൈ ഈക്വൽ ടു 0 0 ഇനി കണ്ടുപിടിക്കണം. എക്സ് വൈ ഈക്വൽ ടു 0. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ആ ഒരു ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഏത്, നമ്മൾ പൊതുവേ ഡോ ബൈ ഡോ എക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെ ഡോ ബൈ ഡോ സെറ്റ് ആണ്. പക്ഷെ ഇവിടെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടിയിട്ട്
നമ്മൾ ഈ ഫണ്ടമെൻ്റലി പഠിച്ച ഇക്വേഷൻ എഫ് എക്സ് ഓഫ് എക്സ് വൈ സിക്കൽ ലിമിറ്റ് എക്സ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കൊമ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്, അല്ലെങ്കിൽ ഇതും യൂസ് ചെയ്യണം, ഈ ഒരു ഇക്വേഷനും ഈ ഡെൽറ്റ വൈൻ്റെ ടേംസിലെ ഇക്വേഷനും യൂസ് ചെയ്യണം. ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട്. എക്സ് വൈയിൽ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാണ്ടിരിക്കൽ. എക്സ് വൈയിൽ ഫംഗ്ഷൻ നമ്മൾ എന്താണ് എക്സ് വൈയിലാണ് ബേസിക്കലി നമ്മൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാണ്ടിരിക്കുന്ന ഒരു ചാൻസ്. കാരണം എന്താ, മൈനസ് ഇപ്പോൾ എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, എക്സിനും വൈക്ക് എല്ലാം 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ എന്തായാലും 0, ഇപ്പോൾ ഡിനോമിനേറ്റർ 0, ഇപ്പോൾ ഇത് 0/0 ഫോർമാറ്റ്. ഇത് അക്സെപ്റ്റബിൾ ആണോ? ഇത് കണ്ടിന്യൂറ്റിയിൽ ഇത് ഡിസ്കണ്ടിന്യൂസ് ആയി പോകും. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈയിലെ പോയിന്റ് ഉണ്ടോ എന്നില്ല നമ്മൾ, കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇറ്റ് എക്സിസ്റ്റ് അറ്റ് ഓൾ പോയിന്റ്സ് എന്നല്ല. ഇത് പ്രശ്നമില്ല. ഇതിലിപ്പോൾ വേറെ ഏത് പോയിന്റിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 ഏത് പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം എന്താ, ഇനിയിപ്പോൾ ഒരു നെഗറ്റീവ് നമ്പർ വന്നു തന്നെ ആയിക്കോട്ടെ, അല്ല നെഗറ്റീവ് നമ്പർ അല്ല, നമ്മൾ ഡിനോമിനേറ്റർ പോസിറ്റീവ് ആവുന്നൊരു പ്രശ്നമല്ല, ഡിനോമിനേറ്റർ 0 ആയി പോകുന്നൊരു പ്രശ്നമല്ല, അതും വരില്ല. കാരണം എന്താ, ഇനിയിപ്പോൾ ഇവിടെ ഒരു -1 + 1 ഇത് 0 ആയിപ്പോയി, അല്ല 0 ആയി പോയില്ല. കാരണം എന്താ, ഇതിപ്പോൾ -1ന് ഈ സാധനം സ്ക്വയർ ആയിക്കോളും. ഇനിയിപ്പോൾ അഥവാ ഇനി എന്തെങ്കിലും കാരണം അത് ഇമ്പോസിബിൾ ആണ്, ഒരിക്കലും ഇവിടെ സ്ക്വയർ ഉണ്ടാവും, ഒരിക്കലും നെഗറ്റീവ് വരില്ല. ഇനിയിപ്പോൾ എന്താണ്, ഞാൻ വെറുതെ എൻ്റെ ഒരു സമാധാനത്തിന് ഇനിയിപ്പോൾ ഇവിടെ ഒരു -1 വന്നതിന് അല്ല, -1 അല്ല, എങ്ങനെയെങ്കിലും 0 ആയിപ്പോയി. എന്താ നീ പറയുന്നത്, പോട്ടെ ഒന്നും പറയില്ല, മായ്ച്ച് അതൊക്കെ കൺഫ്യൂഷൻ ആയിപ്പോയല്ലോ. അതായത് എന്തായാലും ഇവിടെയും സ്ക്വയർ ഉണ്ട്, ഇതിൻ്റെ മുകളിൽ സ്ക്വയർ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ എന്താണ് ഡിനോമിനേറ്റർ മറ്റേ നമ്മൾ 0 ആയി പോകുന്ന ഒരു കേസ് വരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ 1, പിന്നെ എക്സ് പ്ലസ് വൈ എന്നായിരുന്നെങ്കിൽ ഇതൊരു -1, ഇത് +1 ആണ്, ഡിനോമിനേറ്റർ 0 ആയി. ഇപ്പോൾ അതൊരു 1/0 ഫോർമാറ്റ്, അത് ഇൻഫിനിറ്റി, അത് പ്രശ്നമായി, ഇപ്പോൾ അത് ഡിസ്കണ്ടിന്യൂസ് ആയി. പക്ഷേ ഇവിടെ ഓൾറെഡി സ്ക്വയർ ഉണ്ട്. ഇനിയിപ്പോൾ സ്ക്വയറിനെ രക്ഷിക്കാൻ വേറൊരു സ്ക്വയർ ഉണ്ട്, ഇത് 2 സ്ക്വയർ ഇവിടെ ഓൾറെഡി ഉണ്ട്. ആ സ്ക്വയറിനെ രക്ഷിക്കാൻ മുകളിലൊരു വേറെ സ്ക്വയർ കിടപ്പുണ്ട്. അപ്പോൾ ഒരിക്കലും ഇവിടെ 0 ആയി പോയിന് എന്താ അനുവദിക്കൂല, ഈ ഒരു സ്ക്വയർ ഇല്ലെടുത്തോളം കാലം ഇയാളെ അനുവദിക്കൂല. നെഗറ്റീവ് വന്നാൽ നേരെ അങ്ങ് പോസിറ്റീവ് ആക്കി അടിച്ചു വിട്ടോളൂ. എന്താണ്, ലൈഫിൽ ഇങ്ങനത്തെ എല്ലാ ആൾക്കാരാണ് ആവശ്യം. വി നീഡ് ദിസ് കൈൻഡ് ഓഫ് പോസിറ്റീവ് പീപ്പിൾ. എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ പോസിറ്റീവാക്കി മാറ്റാൻ പറ്റുന്ന എന്താണ്, ഇയാൾ തോറ്റുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ എന്താണ് കാവലായിട്ട് നിൽക്കുന്ന ഈ ഒരു സ്ക്വയറിനെ എന്താണ് അവർ രക്ഷിച്ചോളും. പക്ഷേ 0/0 പ്രശ്നമുണ്ട്. അതെന്താണ്, അത് ഇയാൾക്ക് ഈ സ്ക്വയറിന് പോലും രക്ഷിക്കാനാവില്ല. ഈ 0/0 വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് 0 ആയി, ഇപ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ അത് അവിടെ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വി ആർ യൂസിങ് ദ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഓഫ് ദ ബേസിക് ഇക്വേഷൻ ഓഫ് ഏത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. എഫ് എക്സ് അറ്റ് 0/0 എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ്, ഞാൻ പറഞ്ഞുതരാം, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ് ഡെൽറ്റ എക്സ് കൊമ 0 മൈനസ് ഓഫ് എഫ് ഓഫ് 0/0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. നമുക്ക് എഫ് ഓഫ് 0/0 അറിയാവോ? യെസ്, എഫ് ഓഫ് 0/0 അറിയാം. എഫ് ഓഫ് 0/0 അതായത് ഫംഗ്ഷന് 0/0 കൊടുക്കുമ്പോൾ എന്താണ് വാല്യൂ കിട്ടുന്ന അതിൻ്റെ എന്താണ് ഔട്ട്പുട്ടായിട്ട് എന്താ കിട്ടുന്ന ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന 0 തന്നെയാണ്. സോ എഫ് ഓഫ് 0/0 ഇസ് ഈക്വൽ ടു, നമുക്കറിയാം നമ്മളെ ആ പീസ് വൈസ് ഫംഗ്ഷൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് നോക്കിയാൽ അറിയാം, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 0. ഈ സാധനം എങ്ങനെ കണ്ടുപിടിക്കുക? ഡെൽറ്റ എക്സ് കോമ 0 നമ്മൾ ഇക്വേഷൻ ഉണ്ടല്ലോ, -xy ഡിവൈഡ് ബൈ x² + y². അവിടെ എന്ത് ഇട്ട് കൊടുക്കുക? എക്സിന് ഡെൽറ്റ എക്സ് ഇട്ട് കൊടുക്കുക, വൈക്ക് 0 ഇട്ട് കൊടുക്കുക. സോ മൈനസ് ഓഫ് എക്സിന് പകരം ഡെൽറ്റ എക്സ് ഇൻറ്റു വൈക്ക് പകരം 0 ഡിവൈഡഡ് ബൈ x² പകരം ഡെൽറ്റ എക്സിൻ്റെ സ്ക്വയർ പ്ലസ് വൈൻ്റെ എന്ത് വരും? 0. സോ 0². സോ മൈനസ് ഡെൽറ്റ എക്സ് ഇൻറ്റു 0, എന്ത് ഇടകമായാലും മൾട്ടിപ്ലൈ വിത്ത് 0, ബൂം, അയാളുടെ കാര്യം കഴിഞ്ഞ്. 0 ഡിവൈഡ് ബൈ ഇവിടെ എന്തായാലും ഡെൽറ്റ എക്സ് സ്ക്വയർ, 0 ഡിവൈഡ് ബൈ എനിത്തിങ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 0. എടാ എൻ്റെ അർത്ഥം എന്താണ്, 0 ഡിവൈഡ് ബൈ 0നെ ഞാൻ എന്താണ് ഡിഫൈൻ ചെയ്യുന്നതല്ല ഉദ്ദേശിച്ചത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇങ്ങനത്തെ ചില എന്താണ് മറ്റേ നോട്ട് ഡിഫൈൻഡ് കേസിൻ്റെ കാര്യങ്ങൾ, അതായത് എന്താണ് മറ്റേ ഇൻഡെറ്റർമിനറ്റ് ഫോംസ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം 0 ഡിവൈഡ് ബൈ ദിസ് തിങ് ഈസ് ഗോയിങ് ടു ബി ഒബ്വിയസ്ലി 0. അപ്പോൾ പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു ഡെൽറ്റ എക്സും ഉണ്ട്. ഇത് ആക്ച്വലി ചെക്ക് ചെയ്യേണ്ടി വരില്ല, ഇപ്പം ആൻസർ റെഡി ആവുന്നുണ്ടാവും. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് ഡെൽറ്റ എക്സ് കൊമ 0 മൈനസ് എഫ് ഓഫ് 0/0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു ഈക്വൽ ടു എന്ന് എഴുതാൻ പാടില്ല. കാരണം നമ്മൾ ലിമിറ്റ് എഴുതുമ്പോൾ എൻ്റെ ഒരു പണ്ടത്തെ ഒരു സാറ് പഠിപ്പിച്ചു, നമ്മൾ എന്ത് എഴുതാൻ പാടില്ല, ഇങ്ങനെ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പാടില്ല. ലിമിറ്റ് എഴുതുന്ന ടൈമിൽ ലിമിറ്റ് മാത്രമേ താഴെ കണ്ടിന്യൂ ആകാൻ പാടുള്ളൂ. ഈ എഫ് ഓഫ് ഡെൽറ്റ 0/0 മനസ്സിലായി 0 ആണ്, മൈനസ് ഈ എഫ് ഓഫ് 0/0 ഓൾറെഡി അറിയാം 0 ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്, 0 - 0 0 ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്, ദാറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു ബി 0. പക്ഷെ ഞാൻ മൈനസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ചെയ്തെന്ന് പറഞ്ഞിട്ട് 0. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഓഫ് 0
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ലിമിറ്റ് കൊടുക്കേണ്ട സമയം വരുമ്പോൾ ലാസ്റ്റത്തെ സ്റ്റെപ്പിൽ മാത്രം ഈക്വൽ ടു ഇട്ട് കൊടുക്കുക. അതുവരെ നമ്മൾ എന്ത് ചെയ്യരുത്, ലിമിറ്റ് ഇട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണ് ആക്ച്വലി മാത്ത്. അതൊന്നും അധികം ഫോളോ ചെയ്യുന്ന കാണാറില്ല. പക്ഷേങ്കിൽ ഇതാണ് ആക്ച്വലി അതിൻ്റെ ശരിയല്ല രീതി. ലിമിറ്റ് ചെയ്തോ നമ്മളിങ്ങനെ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതി പോകാറില്ല പൊതുവെ. വി നീഡ് ടു ഫോളോ ദാറ്റ് റൂൾ. അപ്പോൾ ഇവിടെ എന്തായാലും ഇവിടെ ഡെൽറ്റ എക്സ് ഇട്ട് കൊടുക്കാൻ ഡെൽറ്റ എക്സിന് ടേം ഒന്നുമില്ല. സോ എന്താണ് ഇവിടെ ഉള്ള നമ്പർ അത് തന്നെയായിരിക്കും 0 ഫൈനലി. ഇനി എഫ് ഓഫ് വൈ കണ്ടുപിടിക്കാം. എഫ് ഓഫ് വൈ അറ്റ് 0 ആൻസർ 0 തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ പൊതുവെ പറയരുത് LHL ഈക്വൽ ടു RHL അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്സ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. ദാറ്റ് മീൻസ് ഇത് ആക്ച്വലി ലിമിറ്റാണ്. അല്ലെങ്കിൽ ലിമിറ്റ് ഈക്വൽ ആയാൽ മറ്റേ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു LHL ഈക്വൽ ടു RHL ഈക്വൽ ടു ദാറ്റ് എഫ് ഓഫ് ദാറ്റ് പോയിന്റ്. എഫ് ഓഫ് 0 ആയിരുന്നു നമ്മൾ പണ്ട് എഴുതുമ്പോൾ ജസ്റ്റ് ഒറ്റ ടേം മാത്രമേ ഒറ്റ നമ്പർ എഴുതാറില്ല. ഇവിടെ 2 ടേംസ് വരുന്നതുകൊണ്ട് 2 ടേംസ് എഫ് ഓഫ് 0. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഫംഗ്ഷൻ അറ്റ് ദ വാല്യൂ 0. കണ്ടിന്യൂറ്റിയാണ് നമ്മൾ ബേസിക്കലി ചെക്ക് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് ചെക്ക് ചെയ്യേണ്ടി വരുന്നത്? കാരണം 0 പോയിന്റിൽ മാത്രമാണ് നമ്മളെ ഫംഗ്ഷന് ഡിസ്കണ്ടിന്യൂസ് ആവാൻ ചാൻസ് ഇല്ലത്. നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് 0 എല്ലാത്തിനും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സും വൈയും 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അറ്റ് ദ പോയിന്റ് 0 കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്. LHL കണ്ടുപിടിച്ച് RHL കണ്ടുപിടിച്ച് 2 ഈക്വൽ ആണെന്ന് നോക്കി. ഇത് 0 ആണെങ്കിൽ ദെൻ ഇത് LHL ആണല്ലേ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ദിസ് ഈസ് ഗോയിങ് ടു ബി RHL അല്ലേ ഇത്? ഓക്കെ, ഡെൽറ്റ എക്സ് ഐ തിങ്ക് LHL RHL. ഇതിൻ്റെ കേസിൽ എങ്ങനെ RHL LHL എന്നാണ് ഞാൻ തൽക്കാലത്തേക്ക് ഇതൊരു RHL ഇതൊരു LHL ആയിട്ട് എടുക്കുവാണെങ്കിൽ വി ഷുഡ് ഗെറ്റ് ഇതിൻ്റെ വാല്യൂം ഇതിൽ ഫൈനലി ലിമിറ്റ് ഇട്ട് കൊടുത്താൽ കിട്ടുന്ന വാല്യൂ ഇത് 0 കിട്ടണം, ഇത് 0 കിട്ടണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്തായാലും 0 ആണ്. ഇങ്ങനത്തെ കേസ് LHL ഈക്വൽ RHL ഈക്വൽ എഫ് ഓഫ് 0 വരുവാണെങ്കിൽ വി ക്യാൻ സേ അറ്റ് ദ പോയിന്റ് 0 ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം സോൾവ് ആയി. ഓക്കെ, നമുക്ക് എന്നാലും ചെയ്ത് നോക്കാം. ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 എഫ് ഓഫ് 0, ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ഇനി 0 എഫ് ഓഫ് 0 എന്തായാലും 0 ആയിരിക്കും. ഈ സാധനം കണ്ടുപിടിക്കണം. എഫ് ഓഫ് 0, ഡെൽറ്റ വൈ. ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. മൈനസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ എക്സിന് 0 ഇട്ട് കൊടുക്കുക, വൈക്ക് ഡെൽറ്റ വൈ ഇട്ട് കൊടുക്കുക. അപ്പോൾ മൈനസ് ഓഫ് 0 ഇൻറ്റു ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ 0 പ്ലസ് വൈൻ്റെ സ്ക്വയർ ഡെൽറ്റ വൈൻ്റെ സ്ക്വയർ. മൈനസ് ഓഫ് 0 ഇൻറ്റു സാധനം പോയി 0 ഡിവൈഡ് ബൈ മറ്റേ ഡെൽറ്റ വൈ സ്ക്വയർ ഈക്വൽ ടു 0 ഡിവൈഡ് ബൈ എനിത്തിങ് 0. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 എഫ് ഓഫ് 0 ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഇതാ നമ്മളിപ്പം കണ്ടുപിടിച്ചത് ദാറ്റ് ഇസ് 0 മൊട്ട മൈനസ് മൊട്ട ഡിവൈഡ് ബൈ ഡെൽറ്റ വൈ. ലിമിറ്റ് ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ 0 മൊട്ട ഡിവൈഡ് ബൈ ഡെൽറ്റ വൈ. ദിസ് ഈസ് ഓൾസോ ഗോയിങ് ടു ബി മൊട്ട തന്നെ. മൊട്ട ഡെൽറ്റ വൈ ഇസ് ടെൻസ് ടു 0. ദിസ് ഇസ് ഇവിടെ എന്തെങ്കിലും ലിമിറ്റ് ഇട്ട് കൊടുക്കണമെന്നോ ഇല്ല, പോവും മൊട്ട തന്നെ 0 ഇസ് ഗോയിങ് ടു ബി ദ ആൻസർ. സോ നമുക്ക് കിട്ടി LHL is equal to RHL is equal to f of 0. We can conclude that f of 0 ആണ്. f of 0. We can conclude that fx at xy and fy at xy exist at all points xy. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ all points on the function are continuous എന്ന് പറഞ്ഞിട്ടും എഴുതാവുന്നതാണ്. ഇതാണ് ബേസിക്കലി കണ്ടിന്യൂറ്റി ചെക്കിങ്. ഓക്കെ, അത്രയല്ലോ. ഇനി ബി ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഞാൻ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞിരുന്നത് എക്സ്പ്ലെയിൻ വൈ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 0. ഇത് അതായത് ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്നാൽ എക്സിസ്റ്റ് അറ്റ് ഓൾ പോയിന്റ്സ് എക്സ് വൈ എന്നേ പറയുന്നില്ല. 0 ആക്ച്വലി അത് കണ്ടിന്യൂസ് അല്ല. എന്തുകൊണ്ട് കണ്ടിന്യൂസ് അല്ല നമ്മൾ പ്രൂവ് ചെയ്യണം. മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യണം ലിമിറ്റ് വെച്ചിട്ട്, ലിമിറ്റിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ട്. ഇവിടെ ഡെറിവേറ്റീവ് അല്ല യൂസ് ചെയ്യുന്നത്, ലിമിറ്റ് വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. സോ എക്സ് വൈ എന്ന് പറയുന്ന എല്ലാ പോയിന്റിലും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ 0 ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ ഞാൻ മുൻപ് പറഞ്ഞില്ല എന്നൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച കളയാ. എക്സ് വൈ എന്ന് പറയുന്നത് അതായത് ഇവിടെ അപ്പോൾ എന്ത് ചെയ്യേണ്ട ഇതില്ല, കണ്ടിന്യൂസ് അറ്റ് 0 അല്ല നമ്മൾ നോക്കുന്നത്. ഇറ്റ് എക്സിസ്റ്റ് അറ്റ് ഓൾ പോയിന്റ്സ് എക്സ് വൈ. അങ്ങനെ ഉണ്ടോ അത് മതി, അത്രയല്ലോ. ഓക്കെ, ഞാനെന്നാൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ നൗ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യാം. നമ്മൾ ലിമിറ്റിൽ നമ്മൾ ഈ തുടക്കത്തിൽ ലെവൽ കർവ്സും ലെവൽ സർഫേസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പണ്ട് എന്ന് പറയുന്നത് ഒരാഴ്ച മുൻപ് നമ്മൾ കണ്ടൊരു സംഭവം എന്ന് പറയുന്നത് ഈ 2 വേരിയബിൾ 3 വേരിയബിൾ വരുമ്പം ഒരു പോയിൻ്റ് കൂടെ, ഇതിപ്പോൾ എക്സ് വൈ പ്ലെയിനല്ലേ, ഇതൊരു പോയിൻ്റാണ്. ഒരു പോയിൻ്റ് കൂടെ മൾട്ടിപ്പിൾ കർവ്സിന് പാസ് ചെയ്യാൻ പറ്റും. ഇത് വേണ്ടി ഒരു സ്ട്രേറ്റ് ലൈൻ ആവാം, അല്ലെങ്കിൽ ഒരു പാരബോളയാവാം, പാരബോളയാവും, അല്ലെങ്കിൽ ഒരു
ഈ പറയുന്ന ഒരു സൈൻ ഫംഗ്ഷൻ ആവാം, ഈ ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ഒരു സൈൻ ഫംഗ്ഷൻ ആവാം. പിന്നെ അതേപോലെ എക്സ്പോണൻറ്റിലൂടെ പാസ് ചെയ്യുമോ? ഇല്ല, എക്സ്പോണൻറ്റ് പാസ് ചെയ്യില്ല. വേറെ ഏതൊരു ഫംഗ്ഷൻ പറയും ഇപ്പോൾ, ഇതാ ഇങ്ങനെ y ഈക്വൽ ടു 2 എന്ന് പറയുന്നൊരു ലൈൻ ആവാം. അപ്പോൾ ഈ ഒരു 2 എന്ന് പറയുന്ന പോയിന്റ് കൂടെ മൾട്ടിപ്പിൾ കർവ്സിന് പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയില്ല അത് എത്രത്തോളം ഇൻഫൈനൈറ്റ് കർവ്സിന് ഒരേ പോയിന്റ് കൂടെ അങ്ങനെ ഒരു പോയിന്റ് കൂടെ ഒറ്റ കർവിനല്ല ഒറ്റ ഷേപ്പിനെ പോയിക്കൂടെ, ഒറ്റ ലൈനിന് മാത്രമേ പോയിക്കൂടുന്നില്ല. ഇതിലെ കൂടെ ഒരു പാരബോളയും പോകാൻ പറ്റും, ഒരു സൈൻ ഫംഗ്ഷനും പോകാൻ പറ്റും, പിന്നെന്താ ഒരു സ്ട്രേറ്റ് ലൈനും 45 ഡിഗ്രിയിൽ ഒരു സ്ട്രേറ്റ് ലൈനും പോകാൻ പറ്റും, ഒരു പാരലൽ ടു y ആക്സിസിലല്ല ലൈന് മൂവ്മെൻറ്റ്, ഒരുപാട് കർവ്സ് ഉണ്ട്. അപ്പോൾ ഈ കർവ്സിനെല്ലാം ഇതിൻ്റെ ഓരോന്നിനും ലിമിറ്റ് ഏതെങ്കിലും രണ്ടിൻ്റെ, അതായത് ഈ പാരബോളിൻ്റെ ലിമിറ്റും ഈ സ്ട്രേറ്റ് ലൈൻ്റെ ലിമിറ്റും രണ്ടും ഈക്വൽ അല്ലെങ്കിൽ വി ക്യാൻ സേ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 0, 0. അവിടെ 0, 0 എന്ന് പറയുമ്പോൾ അപ്പോൾ ബേസിക്കലി ഒറിജിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒറിജിൻ എങ്കിൽ ഒറിജിനെ കൂടെ ഒരു ഹൈപ്പർബോളിയും പാസ് ചെയ്യാം, ഒരു ലൈനും സ്ട്രേറ്റ് ലൈനും പാസ് ചെയ്യാം, ഒരു സൈൻ ഫംഗ്ഷൻ ഇങ്ങനെ പാസ് ചെയ്യാം. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ വേറെ ഏതൊരു ഫംഗ്ഷൻ, ഇപ്പോൾ മോഡുലസിൻ്റെ മോഡെക്സിൻ്റെ ഒരു ഫംഗ്ഷൻ അല്ല മോഡെക്സ്, പിന്നെ വേറൊരു ഫംഗ്ഷൻ ഇപ്പോൾ y = 0 എന്ന് പറയുന്നത് ഈ ലൈൻ തന്നെ മറ്റേ ഇതിൽ, പിന്നെ x = 0, ഇതെല്ലാം ഓൾറെഡി ഇറ്റ് പാസസ് ത്രൂ ദ ഒറിജിൻസ്. ഇതൊക്കെ ഒരു ലൈൻസ് ആണ്. y = 0, x = 0, അല്ല സോറി ഇവിടെയാണ് y = 0, ഇവിടെ x = 0. കാരണം y ആക്സിസിൽ എക്സിൻ്റെ കോർഡിനേറ്റ് ഇല്ല, x ആക്സിസിൽ വൈൻ്റെ കോർഡിനേറ്റും ഇല്ല. അപ്പോൾ ഒരുപാട് കർവ്സിന് ഇതിലൂടെ പാസ് ചെയ്യാൻ പറ്റും. ഒറിജിനെ കൂടെ ഒറിജിൻ 0, 0 ഒറിജിൻ 0, 0 എന്നാൽ ഏതൊരു പോയിന്റ് 1, 2 4, 5 6, 7 ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കൺസിഡറേഷൻ 0, 0 ഒറിജിൻ തന്നെയാണ് കൺസിഡറേഷൻ, ദാറ്റ് ഈസ് ഇൻ 2D സ്പേസ്. ഇനിയിപ്പോൾ 3D സ്പേസ് ആയിരുന്ന 0, 0, 0 എന്ന് വരും. അപ്പോൾ 3Dയിൽ ഇങ്ങനെ ഒരു ആക്സിസും കൂടി വരും, Z ആക്സിസ്. അപ്പോൾ അവിടെ 0, 0, 0. പക്ഷേ ഇവിടെ നമ്മൾ അത് ഇപ്പം കൺസിഡർ ചെയ്യുന്നില്ല, നമ്മൾ 2D സ്പേസ് മാത്രം ഇപ്പം തൽക്കാലത്തേക്ക് അണ്ടർ കൺസിഡറേഷൻ. അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഡിസ്കണ്ടിന്യൂസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് നമ്മൾ തെളിയിക്കുന്നത് കണ്ടിന്യൂസ് ആണ് എന്നല്ല, കണ്ടിന്യൂസ് അല്ല എന്നാണ് നമ്മൾ തെളിയിക്കണം, നോട്ട് കണ്ടിന്യൂസ് ആണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിലെ കൂടെ പാസ് ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് കർവ്സിൻ്റെ ലിമിറ്റിൻ്റെ വാല്യൂ സെയിം അല്ല എന്ന് കാണിച്ചാൽ മതി. ഇതിപ്പോൾ ഒരു പാരബോളിയും ഒരു സ്ട്രേറ്റ് ലൈനും, അതായത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടി മാത്രം ഒരു പാരബോളിയും സ്ട്രേറ്റ് ലൈനും അത് രണ്ടിൻ്റെ ലിമിറ്റ്സ് സെയിം അല്ല എന്ന് കാണിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ അറിയില്ല ഇപ്പോൾ ഏത് ലൈനാണ് അങ്ങനെയൊന്നും അറിയുന്നില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല x = 0 എന്ന് പറയുന്നത്, ഇവിടെ x = 0, ഈ ഒരു ലൈൻ x = 0 എന്ന് പറയുന്നത് വേണ്ടെങ്കിൽ ഒരു കേസാവും അല്ലേ. അതാണ് along x = 0. ദാറ്റ് മീൻസ് വി ആർ കൺസിഡറിങ് ദ ലൈൻ ദ y ആക്സിസ് പാസിങ് ത്രൂ ദ ഒറിജിൻ. ഇതാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്ന കർവ്. ഇതാണ് along x = 0, along കർവ് C എന്ന് പറയുന്നത് ദിസ് ഈസ് along കർവ് x = 0. നമ്മൾ സെക്കൻഡ് കൺസിഡർ ചെയ്യുന്ന along y = x. ഞാൻ പറഞ്ഞ കേസ് ട്രൂ ആയല്ലോ, ഞാൻ ഇതുപോലെ നോക്കിയില്ല, ഞാൻ വെറുതെ ഒരു ഇമാജിനേഷൻ പറഞ്ഞതാ, പക്ഷെ അത് ട്രൂ ആയല്ലോ. ഈ ഒരു പോയിന്റ്, ഈ ഒരു സ്ട്രേറ്റ് ലൈൻ y = x എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എൻ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. y = x, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ സ്ട്രേറ്റ് ലൈൻ. ഫോർ ഓൾ x വാല്യൂ വി ഗെറ്റ് ദ സെയിം y വാല്യൂ. 1 ഇട്ടെടുത്താൽ 1 കിട്ടും, 2 ഇട്ടെടുത്താൽ 2 കിട്ടും, 0 ഇട്ടാൽ 0 ഇട്ട് കൊടുക്കും, -1 ആണ് -1. അപ്പോൾ എനിക്ക് വേണ്ടിക്ക് എന്ത് എടുക്കുന്നത് വേറൊരു കേസ്, ഇപ്പോൾ y = x². ആ y = x² എന്ന് പറയുമ്പോൾ എനിക്ക് യു ഷേപ്പിൽ, അതായത് ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന ഇതിപ്പോൾ ഒരു എന്തായാലും y = 0 അല്ലെ x = 0 എന്ന് പറയുന്ന ആ ഒരു y ആക്സിസ്. എനിക്ക് വേണ്ടിക്ക് വേറൊരു ഫംഗ്ഷൻ y = x² കൺസിഡർ ചെയ്യാമായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ ലിമിറ്റ് എടുത്തിട്ട് ഇതിന് ഈക്വൽ അല്ല എന്ന് നമുക്ക് ഇഷ്ടമില്ല, നമുക്ക് കംഫർട്ടബിൾ ആയില്ല ഏത് എക്സാമ്പിൾ വേണ്ടിയെങ്കിലും എടുക്കാം. ഇതിപ്പോൾ x² എടുത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട്. ഇവിടെ പിന്നെ കുറച്ചും കൂടി ഇവിടെ t എന്നുള്ളത് ഇവിടെ t² എന്നെല്ലാം വന്നു കഴിഞ്ഞാൽ t³ t² + t⁴ എന്നൊക്കെ വരും. ഇത് നമ്മൾ അന്ന് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ല, x ആക്സിസ് y ആക്സിസ് ലൈൻ y = x, ലൈൻ y = -x, y = x² എന്നെല്ലാം പറഞ്ഞിട്ട് ആദ്യത്തെ 4 ആൻസർ വലിയ തരക്കേടില്ലാണ്ട് പോയി. പക്ഷേ ഈ അഞ്ചാമത്തെ ആൻസർ ഈ y = x² വന്നപ്പോൾ കുറച്ചും കൂടി നമ്മൾ ബുദ്ധിമുട്ടി, കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് ഇവിടെ t² t⁴ എല്ലാം വരുമ്പോൾ ഇതിന് t² കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കണം, എന്നിട്ട് 1 + t² കട്ട്. ഇത് പെട്ടെന്ന് ഒരു എക്സാമിന് ടെൻഷൻ എടുക്കുക, പെട്ടെന്ന് ഇതൊന്നും ഓർമ്മ കിട്ടിയില്ലെങ്കിൽ വെറുതെ കോംപ്ലിക്കേഷനിലേക്ക് y = x² എന്നൊന്നും പറഞ്ഞിട്ട് എടുക്കാൻ നിൽക്കണ്ട. കാരണം ഇത് നോർമലായിട്ട് ചെയ്യുമ്പോൾ ഓക്കെ, വെറുതെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ എക്സാമിന് ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് തെറ്റിപ്പോകില്ല എന്ന് 100% ഉറപ്പിൽ എക്സാമ്പിൾസ് എടുക്കുക. അപ്പോൾ ഞാൻ സിമ്പിളായില്ല 2 കർവ്സ് വെച്ചിട്ട് ഞാൻ ഇത് 0, 0 കണ്ടിന്യൂസ് അല്ലാന്ന് ഞാൻ പ്രൂവ് ചെയ്ത് തരാം. ലിമിറ്റ് xy → 0, 0 -xy / x² + y². ഇതെന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഫംഗ്ഷൻ ഞാൻ എടുക്കാൻ കാരണം? ഇറ്റ് ഈസ് ടെൻഡിങ് ടു, അതായത് ഈക്വൽ ടു എന്നല്ല പറഞ്ഞത്, അതായത് ഫംഗ്ഷന് ടെൻഡിങ് ടു 0, 0, അതായത് ഇറ്റ് ഈസ് അപ്രോച്ചിങ് 0, 0. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഫംഗ്ഷൻ എന്താണ്? ഈ മുകളിലത്തെ ഫംഗ്ഷനാണ്. അതായത് ഇവിടെ ഇങ്ങനെ മാത്രം ഇട്ട് കൊടുത്താൽ പോരാ, ഒരു കർവും കൂടി ഇവിടെ മെൻഷൻ ചെയ്യണം. സോ ദ കർവ് ഈസ് along x = 0. ദാറ്റ് മീൻസ് ദ y ആക്സിസ്. സോ ലിമിറ്റ്
ഞാനിതിനെ മാറ്റുവാണ്. നമ്മൾ ആ ഒരു കേസിൽ ചെയ്തപ്പോൾ എടുപ്പോയത് ഇതാ ആ ഒരു കേസിൽ ചെയ്തപ്പം എക്സ് ആക്സിസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് ഈക്വൽ ടിയും വൈ ഈക്വൽ 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണോ? എക്സ് ആക്സിസ് അല്ല വൈ ആക്സിസ് അല്ലേ? എക്സ് ഈക്വൽ 0. ദാറ്റ് മീൻസ് വൈ ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ 0 വൈ ഈക്വൽ ടി. നമ്മളൊരു ടി എന്ന് പറയുന്നൊരു പുതിയൊരു വേരിയബിൾ കൺസിഡർ ചെയ്യുകയാണ്. ടി ടെൻസ് ടു 0 ഏടിയല്ലോ, അതായത് എക്സിന് 0 ഇട്ട് കൊടുക്കുക, വൈക്ക് ടി ഇട്ട് കൊടുക്കുക, അത്രയല്ലോ. അപ്പോൾ ഏടിയിൽ എക്സ് കാണുന്നുണ്ട് അവിടെ എല്ലാം 0, ഏടിയിൽ വൈ കാണുന്നുണ്ട് അവിടെ എല്ലാം ടി. സോ മൈനസ് ഓഫ് എക്സിന് പകരം 0, വൈക്ക് പകരം ടി ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 0² പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ T². ഇവിടെ ആക്ച്വലി ലിമിറ്റ് ഒന്നും ഇട്ട് കൊടുക്കേണ്ടി വരില്ല. കാരണം എന്താ, ഇവിടെ ഈ ന്യൂമറേറ്റർ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയാം. എനിക്ക് ഇവിടെ തന്നെ മനസ്സിലായി ഇത് എന്തായാലും എൻ്റെ ആൻസർ 0 ആയി പോകും. അതായത് കുറേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻറ്റ്യൂഷൻ കിട്ടും. ഓക്കെ, ദിസ് ആൻസർ ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി 0. ഇവിടെ ലിമിറ്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. ലിമിറ്റ് ടി ടെൻസ് ടു 0, ഇതെന്തായാലും 0 ബൈ സാധനം 0, ദിസ് ഇസ് ഗോയിങ് ടു ബി 0. പെർഫെക്റ്റ്. ഇനി ഈ ഒരു സാധനം വേറൊരു ലിമിറ്റ് വേറൊരു കർവിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ ഡിഫറെൻ്റ് ആണെങ്കിൽ, അതായത് ഈ ഒരു ആൻസർ ഈ 0 ആയിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ പ്രൂവ്ഡ്, ഹെൻസ് ദി പ്രൂഫ് ആയി, ഹെൻസ് ദ ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 0, 0 എന്നുള്ള പ്രൂഫ് കിട്ടി. അപ്പോൾ ഞാനിനി വേറൊരു കേസ് കൺസിഡർ ചെയ്യാം. ഒറിജിനെ കൂടി പാസ് ചെയ്യുന്ന വേറൊരു കർവിനുള്ള സാധ്യത ദാറ്റ് വളരെ സിമ്പിളായിട്ട് ആലോചിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി വൈ ഈസ് ഈക്വൽ ടു എക്സ്. ദിസ് കർവ് വൈ ഈസ് ഈക്വൽ ടു എക്സ്. എനിക്ക് വേണ്ടിക്ക് വൈ ഈസ് ഈക്വൽ മൈനസ് എക്സ് ഒക്കെ എടുക്കുക, അതൊക്കെ ഒരു ഇഷ്ടങ്ങളാണ്, അതൊക്കെ നമ്മൾ കംഫർട്ട് പോലെ ചെയ്യാം. ബട്ട് ഫോർ ദ ടൈമിങ് ഫോർ ദ ടു ബി ഓൺ ദ സേഫർ സൈഡ് വൈ ഈക്വൽ ടു എക്സ് എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ, ഐ തിങ്ക് സോ. ലിമിറ്റ് വൈ എക്സ് വൈ ടെൻസ് ടു 0, 0. ഫംഗ്ഷൻ എന്താ, മൈനസ് എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അലോങ് ദ കർവ് അലോങ് വൈ ഈസ് ഈക്വൽ ടു എക്സ്. അതായത് ഇവിടെ അപ്പോൾ എന്ത് കൊടുക്കണം, വൈ ഈസ് ഈക്വൽ എക്സ് എന്ന് പറയുമ്പോൾ എക്സിനും ടി കൊടുക്കണം, വൈനും ടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സാധനം മാറ്റി ടി ടെൻസ് ടു ഒരു വേരിയബിൾ, ഒരു പുതിയ വേരിയബിൾ ടി ടെൻസ് ടു 0, എന്താണ് ടി ടെൻസ് ടു 0 മൈനസ് ഓഫ് എവിടെയും എക്സ് കാണുന്നുണ്ട് അവിടെയും ടി കൊടുക്കുക, എവിടെയും വൈ കാണുന്നുണ്ട് ആദ്യം ടി കൊടുക്കുക, ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ T² പ്ലസ് വൈ സ്ക്വയർ T². അപ്പോൾ ലിമിറ്റ് ഇവിടെ ആക്ച്വലി ലിമിറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരില്ല. കാരണം ആ ക്വസ്റ്റ്യൻ നിങ്ങൾ മര്യാദയ്ക്ക് സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ സെയിം ആൻസർ തന്നെയാണ് വരാൻ പോകുന്നത്. അവിടെ ഇതാ എക്സ് ആക്സ് ചെയ്തപ്പോഴും നമുക്ക് ആൻസർ 0 കിട്ടിയത്, വൈ ആക്സ് ചെയ്തപ്പോഴും 0 കിട്ടുന്നത്. ഇതാണ് ബേസിക്കലി നമ്മളിപ്പം കുറച്ച് തൊട്ട് ബാക്കിൽ ഇതിൽ കണ്ടുപിടിച്ചത്. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ -1/2 ഇസ് ഗോയിങ് ടു ബി ഷ്യൂർലി -1/2 മൈനസ് ടി ഇൻറ്റു ടി മൈനസ് T². ഇപ്പം കണ്ടു ആൻസർ ഇപ്പം ഇത് അതായത് ഒരു ആപ്പിൾ പ്ലസ് വേറൊരു ആപ്പിൾ 2 ആപ്പിൾ കട്ട്. ഇനി ലിമിറ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല, കാരണം ഇവിടെ ഓൾറെഡി ആൻസർ -1/2 എന്നായി. ദിസ് ആൻസർ ഇസ് ഗോയിങ് ടു ബി -1/2. അപ്രൂവ് ആയല്ലോ. അതായത് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0, 0 അലോങ് വൈ ഈസ് ഈക്വൽ ടു അലോങ് എക്സ് ഈക്വൽ ടു 0. ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ്, ഇങ്ങനെ തന്നെ വേണ്ടിക്കൽ എഴുതാം, മാത്തമാറ്റിക്കൽ ഇങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0, 0 അലോങ് വൈ ഈസ് ഈക്വൽ ടു എക്സ് is equal to x f of x y. Hence the function is not continuous at the point 0, 0. Hence the proof. ഇങ്ങനെ ഒരു hence the proof എന്നല്ല ഏതുമുണ്ടല്ലോ, ഒരു കിട്ടുന്നൊരു സുഖം വേറെ തന്നെയാണ്. ഒരു വലിയൊരു ഡെറിവേഷൻ ചെയ്തിട്ട് ലാസ്റ്റ് hence LHS not equal to RHS, hence we proved. LHS not equal to RHS, hence we proved. പെർഫെക്റ്റ് ആണ്. അല്ല LHS not equal to RHS അവർ കിട്ടുന്നൊരു സുഖം ഞാൻ ഇങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് വാക്കുകൾക്ക് അതീതം. സോ ദി ലിമിറ്റ് ഹാസ് ഡിഫറെൻറ്റ് വാല്യൂസ് അലോങ് ഡിഫറെൻറ്റ് സ്മൂത്ത് കർവ്സ്. സി എന്ന് പറയുന്ന ഒരു സ്മൂത്ത് കർവാണ്. ആ സിയിൽ കൂടെ ഈ അലോങ് ഇത് എന്താണ്, ദിസ് എക്സ് ഈക്വൽ ടു 0 ഇസ് ഓൾസോ എ സ്മൂത്ത് കർവ് സി അലോങ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ഇസ് ഓൾസോ എ സ്മൂത്ത് കർവ് സി. അപ്പോൾ ഒരേ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പോയിൻറ്റ്സിന് എന്താണ്, ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഡിഫറെൻറ്റ് വാല്യൂസ്. എക്സ് ഈക്വൽ ടു 0 അതിന് ഡിഫറെൻറ്റ് വാല്യൂ ആണ്, വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്നില്ല ആ ഒരു സ്ട്രേറ്റ് ലൈനിന് ഡിഫറെൻറ്റ് വാല്യൂ ആണ്. സോ we can hence conclude that f is not continuous at 0, 0. Finish. This question is over, guys. I'm so happy. അടുത്തത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് 8 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഫങ്ഷൻസ് ഓഫ് മോർ ദൻ 2 വേരിയബിൾസ്. അങ്ങനെ വരുന്ന കേസാകുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക്, ഇനി മോർ ദൻ 2 വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മൾ ഡീൽ ചെയ്യുന്നത് 3 വേരിയബിൾ സിസ്റ്റമാണ്. എഫ് ഓഫ് എക്സ് വൈ സെഡ് വരും, അത്രമാത്രം ഡിഫറൻസ് വരുന്നല്ലോ. എക്സ് വൈ ആയിരുന്നു നമ്മൾ കുറച്ച് നേരമായിട്ട് എന്താണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ചും കൂടി എന്താണ്, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവുന്നൊന്നുമില്ല, ഒരു എക്സ്ട്രാ ഒരു വേരിയബിളിൽ സെഡ് വന്നെന്നാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റേത് നിങ്ങൾ മര്യാദയ്ക്ക് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതും എന്താ, അതായത് നമ്മളിപ്പോൾ ഒരു 2 ഫംഗ്ഷനാണ് എക്സും വൈയും,
അതായത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുന്നെങ്കിൽ വൈനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റൻ്റ് ആക്കി ട്രീറ്റ് ചെയ്തിട്ട് ഡെറിവേറ്റീവിൻ്റെ പുറത്തെത്തിയിട്ട് എക്സിൻ്റെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇനി വൈ ആണെങ്കിൽ എക്സിനെ എന്താണ് കോൺസ്റ്റൻ്റ് ആക്കി ട്രീറ്റ് ചെയ്ത് അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ പുറത്തെടുത്ത് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ എക്സ് വൈ സെഡ് വരുമ്പോൾ എന്താ, അപ്പോൾ നമ്മളിപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഈ വൈയും സെഡ് ഒരു വേരിയബിളിൻ്റെ പകരം നമ്മുടെ ഒരു പെയർ ഓഫ് വേരിയബിൾസ്, ഒരു 2 വേരിയബിൾസ് നമ്മൾ ഡെറിവേറ്റീവിൻ്റെ പുറത്തെടുത്ത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വൈനെ ഡോ ബൈ ഡോ വൈ എടുക്കുന്നെങ്കിൽ എക്സും സെഡിനെയും നമ്മൾ ഡെറിവേറ്റീവിൻ്റെ പുറത്തെടുത്തിട്ട് കോൺസ്റ്റൻ്റ് ആക്കി ട്രീറ്റ് ചെയ്ത് പുറത്തെടുത്തിട്ട് വൈൻ്റെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡോ ബൈ ഡോ സെഡ് ആണെങ്കിലോ എക്സിനെയും വൈനെയും മറ്റേ കോൺസ്റ്റൻ്റ് ആക്കി ട്രീറ്റ് ചെയ്യുക, ഡെറിവേറ്റീവിൻ്റെ പുറത്തെടുക്കുക, ആൻഡ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ആ സെഡ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സെഡ് വേരിയബിളിന് ഡെറിവേറ്റീവ് എടുക്കുക. അത്രയേ ഉള്ളൂ. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഐ എം ഗോയിങ് ടു ഷോ യു ഹൗ സിമ്പിൾ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഗോയിങ് ടു ബി. ഇഫ് എഫ് x y z is equal to x cube y square z raised to 4 plus 2 x y plus z, then find f of x എന്നല്ല fx fy fz, അതായത് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് കാണണം. ഓൾസോ കമ്പ്യൂട്ട് ഡോ ബൈ ഡോ സെഡ് ഓഫ് -1 1 2. ഇതെന്തായാലും ഒരു ആൻസർ കിട്ടുമല്ലോ. അതിൽ ഈ -1 എക്സിന് -1 1ന് അല്ല വൈക്ക് 1 സെഡിന് 2 ഇട്ട് കൊടുക്കുക. എഫ് എക്സ് എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഈ ഒരു ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ എക്സിൻ്റെ ടേംസിൽ എടുക്കുന്നതുകൊണ്ട് എക്സിൻ്റെ അല്ലാത്ത ടേം ബാക്കി എല്ലാത്തിനും നമ്മൾ എന്ത് ആയിട്ട് കൺസിഡർ ചെയ്യുക, കോൺസ്റ്റൻ്റ് ആക്കി കൺസിഡർ ചെയ്യുക. ഇവിടെ വൈയും കോൺസ്റ്റൻറ്റ് സെഡും കോൺസ്റ്റൻറ്റ്. അപ്പോൾ വൈ സ്ക്വയറും സെഡ് റൈസ്ഡ് 4ഉം കോൺസ്റ്റൻറ്റ്, അത് ഡെറിവേറ്റീവിൻ്റെ പുറത്ത് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ് എക്സ് ക്യൂബ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ. സോ വൈ സ്ക്വയർ സെഡ് റൈസ്ഡ് 4 ഇൻറ്റു 3x സ്ക്വയർ പ്ലസ് ഇവിടെ എന്തുണ്ട്, ഇവിടെ എക്സിൻ്റെ ഒരു ടേം ഉണ്ട്. സോ 2ഉം വൈനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ പുറത്ത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 1. പെർഫെക്റ്റ്. അപ്പോൾ 2y ഇൻറ്റു 1 2y പ്ലസ് ഇവിടെ എക്സിൻ്റെ ടേം ഉണ്ടോ, ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഡോ ബൈ ഡോ, അതായത് സെഡ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് 1, അപ്പോൾ അത് 0. ഇപ്പോൾ സെഡ് ഇൻറ്റു 1 0, പൂം ഗോൺ. അത്ര സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ ബേസിക്കലി. ഇനി എഫ് വൈ കാണുമ്പോൾ നമ്മൾ വീണ്ടും ആലോചിക്കുക, എക്സിൻ്റെയും സെഡിൻ്റെ ടേംസിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ഡെറിവേറ്റീവിൻ്റെ പുറത്ത് വൈൻ്റെ ടേംസിനൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ എക്സ് ക്യൂബ് സെഡ് റൈസ്ഡ് 4 കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ, സോ 2y പ്ലസ് ഇവിടെ 2xനെ ഡെറിവേറ്റീവിൻ്റെ പുറത്ത് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ, ദാറ്റ് ഇസ് ഗോയിങ് ടു ബി 1. 2x ഇൻറ്റു 1 1. ഇവിടെ വൈൻ്റെ ടേമിലല്ലോ, സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 0, പോയി. അത് ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഡോ ബൈ ഡോ വൈ ഓഫ് വൈൻ്റെ ടേം ഉണ്ടോ, ഇല്ല. അപ്പോൾ കംപ്ലീറ്റ്ലി അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിപ്പോൾ 0 ആയിപ്പോൾ അത്. ഇനി എഫ് സെഡ്, ഇവിടെ എക്സിനും വൈനെയും കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഡെറിവേറ്റീവിന് പുറത്തെടുക്കും. എക്സ് ക്യൂബ് വൈ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് റൈസ്ഡ് 4 സെഡ് ക്യൂബ്, സോ എക്സ് ക്യൂബ് വൈ സ്ക്വയർ 4 സെഡ് റൈസ്ഡ് 4 പ്ലസ് ഇവിടെ സെഡിൻ്റെ ടേം ഉണ്ടോ, ഇല്ല. അപ്പോൾ തന്നെ ആൻസർ മനസ്സിലായില്ല, 0 ആണ്, പൂം പോയി. ഇനി ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ്, ദാറ്റ് ഇസ് ഗോയിങ് ടു ബി 1. അതായത് ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് എന്താണ്, ഇങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് ആലോചിച്ച് രണ്ടും കട്ടായി പോയിട്ട് 1 കിട്ടുന്നതെങ്കിലും ഓർമ്മിച്ച് വെക്കുക, Z1. ഇനി എഫ് സെഡ് ഓഫ് -1 1 2 ഇട്ട് കൊടുക്കണം. അപ്പോൾ എക്സിന് ഈ ഒരു ഇക്വേഷനാണ്, ഈ ഒരു തേർഡ് ഇക്വേഷന്, അത് മറന്നു പോകാൻ പാടില്ല. -1 ക്യൂബ് ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു 4 ഇൻറ്റു ഇവിടെ സെഡിന് 2 അല്ല, സോ 2 ക്യൂബ് പ്ലസ് 0 പ്ലസ് 1. ഇതിന് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ -31 കിട്ടുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യന്. ഇഫ് എഫ് ഓഫ് ഒരു 3 വേരിയബിൾസ് തന്നിട്ടുണ്ട്, അതായത് എക്സ് വൈ സെഡ് തന്നെ എപ്പോഴും വരണം നിർബന്ധമില്ല. നമുക്ക് മാത്തമാറ്റിക്സും ഫിസിക്സിലും കെമിസ്ട്രിയിലായിട്ട് എന്തെല്ലാം നമ്മൾ സയൻസിൽ എന്തെല്ലാം നമ്മൾ സിമ്പിൾസും പഠിച്ചിട്ടുണ്ടോ, സിമ്പിൾസും ഈ പറയുന്ന വിയേർഡായിട്ട് ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. അപ്പോൾ അത് ഏത് വേണ്ടിക്കില്ല നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ കാണുമ്പോൾ എന്താണ്, ഇത് വേറെന്തോ സാധനമാണ്, അല്ല എന്താണ്, ജസ്റ്റ് ട്രീറ്റ് ഇറ്റ് ആസ് എക്സ് വൈ സെഡ് തന്നെ പറഞ്ഞിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ സിമ്പിൾ ജസ്റ്റ് ഒന്ന് മാറിയെന്നല്ല. ദിസ് ഇസ് റോ, ദിസ് ഇസ് തീറ്റ, ദിസ് ഇസ് ഫൈ. ഇതൊക്കെ ഈ റോ, തീറ്റ, ഫൈ ഇതൊക്കെ ബേസിക്കലി ഗ്രീക്കിൻ്റെ പണ്ടത്തെ ഓരോ ലെറ്റേഴ്സാണ്, പണ്ടത്തെ ഓരോ സിമ്പിൾസാണ്. ഓരോ അന്നത്തെ കാലത്ത് ഓരോ ടേമിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഓരോ സിമ്പിൾസാണ് റോ, തീറ്റ. പിന്നെ എന്താണ് ഈ പറയുന്ന ഒരുപാട് സിമ്പിൾസ് ഉണ്ട്, എച്ച് ക്യാപ്പ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി ദിസ്. ഇതിനെ പറ്റിയിട്ട് എന്താണ് വേറെ തന്നെ ഹിസ്റ്ററി വേണ്ടിക്കൽ, മാത്തമാറ്റിക്സിൻ്റെ ഹിസ്റ്ററി തന്നെ വേണ്ടിക്ക് പറയാൻ പറ്റും. അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സിമ്പിൾസ് നമുക്ക് സമ്മാനിച്ചു തന്ന ഒരു സിവിലൈസേഷൻ ആയിരുന്നു ദ ഗ്രീക്സ്. ദിസ് ഇസ് ഈക്വൽ ടു റോ സ്ക്വയർ കോസ് ഫൈ സൈൻ തീറ്റ. ഇനി എഫ് ഓഫ് റോ കൺസിഡർ ചെയ്യണം, എഫ് ഓഫ് റോ കണ്ടുപിടിക്കണം. എഫ് ഓഫ് റോ അല്ല, എഫ് റോ, എഫ് തീറ്റ, എഫ് ഫൈ. അതായത് ഡോ ബൈ ഡോ റോ, ഡോ ബൈ ഡോ തീറ്റ, ഡോ ബൈ ഡോ ഫൈ. എഫ് റോ എന്ന് പറയുന്നത് എന്താ, അപ്പോൾ ഇവിടെ ഫൈൻ്റെ ടേംസും
തീറ്റൻ്റെ ടേംസ് വരുന്നതെല്ലാം കോൺസ്റ്റൻറ്റ്, അത് പുറത്ത്. സോ കോസ് ഫൈ സൈൻ തീറ്റ മറ്റേ ഡെറിവേറ്റീവിൻ്റെ പുറത്ത് ഡോ റോ ഓഫ് ഏത് റോ സ്ക്വയർ കൺസിഡർ ചെയ്യാം. ഡോ റോ ഓഫ് ഏത് റോ സ്ക്വയർ. ഇതെന്തായിരിക്കും വരിക? 2 റോ. ഇപ്പം എക്സ് സ്ക്വയർ ആയിരുന്ന 2x, മറ്റേ വൈ സ്ക്വയർ ആയിരുന്ന 2y, റോ സ്ക്വയർ ആകുമ്പോൾ 2 റോ ഇൻറ്റു 2 റോ. അടുത്ത എഫ് തീറ്റ. ഇവിടെ റോൻ്റെയും പിന്നെ മറ്റേ ഫൈൻ്റെ ടേംസിനും കോൺസ്റ്റൻ്റ് ആക്കി പുറത്ത്. സോ കോസ് ഫൈ റോ സ്ക്വയർ പുറത്ത്. മറ്റേ എടുപ്പോയി ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ. ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ എത്രയായിരിക്കും? ഡോ എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്. ദിസ് മീൻസ് ദിസ് ഈസ് ഗോയിങ് ടു ബി കോസ് തീറ്റ. സോ കോസ് തീറ്റ. അടുത്തത് എഫ് ഫൈ എന്ന് പറയുമ്പോൾ മറ്റേ റോനെയും കോൺസ്റ്റൻ്റ് ആക്കി കൺസിഡർ ചെയ്യുക, സൈൻ തീറ്റേൻ്റെ ടേമും കോൺസ്റ്റൻ്റ്. സോ റോ സ്ക്വയർ സൈൻ തീറ്റ ഇൻറ്റു, അതായത് ഡോ ഫൈ ഓഫ് മറ്റേ കോസ് ഫൈ, അതായത് d/dx ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഡോ ഫൈ ഓഫ് കോസ് ഫൈ മൈനസ് ഓഫ് സൈൻ ഫൈ. പെർഫെക്റ്റ്. മൈനസ് ഓഫ് സൈൻ ഫൈ. ഇത്രയല്ല ആൻസർ. ഇത്ര സിമ്പിളാണ് ബേസിക്കലി ക്വസ്റ്റ്യൻസ് എന്നെല്ലാം പറയുന്നത്. ഇനി ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇതിൻ്റെ എക്സസൈസ് തപ്പിയപ്പം കിട്ടിയ എനിക്കൊരു 2 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. ഇവിടെ ആക്ച്വലി ഈ 2 ക്വസ്റ്റ്യനിൽ എന്താണ് ചെയിൻ റൂൾ യൂസ് ചെയ്യണം. മീൻസ് ഇത് അത്ര സിമ്പിളല്ല, പക്ഷേ എന്താണ് അത്ര ഡിഫിക്കൽട്ടും അല്ല. ഇവിടെ ചെയിൻ റൂൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ, കാരണം ഇവിടെ റൂട്ടിൻ്റെ ഉള്ളിലാണ് ഫംഗ്ഷൻ ഉള്ളത്. സോ ഞാൻ ചെയിൻ റൂളിൻ്റെ ഭാഗമായിട്ട് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സ്ഥിരം മെത്തേഡ് ഒരു ആറോ വരക്കുക. ആറോയിൽ ഫസ്റ്റ് ഏതാ തട്ടുന്നത്? റൂട്ടിനെ തട്ടുന്നത്. നമുക്കറിയാം d/dx ഓഫ്, ഇവിടെ എന്തെല്ലാം കണ്ടുപിടിക്കണം? വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സും കണ്ടുപിടിക്കണം, ഡോ വൈയും ഡോ സെഡും കണ്ടുപിടിക്കണം. 3 കണ്ടുപിടിക്കാൻ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് 3 എണ്ണം, അതായത് ഇപ്പോൾ ഡബ്ല്യൂൻ്റെ ടേംസിലായിട്ട് WX, WY, WZ, അല്ലെങ്കിൽ ഡോ എക്സ് ഓഫ് W, ഡോ വൈ ഓഫ് W, ഡോ സെഡ് ഓഫ് W എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തരുന്നുണ്ടാവുക. അല്ലെങ്കിൽ എന്താ FX, FY, FZ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട പാർഷ്യൽ ഡെറിവേറ്റീവ് തന്നെയാണ്. ഇങ്ങനെ താഴെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഡോൻ്റെ ഒരു നൊട്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ സംഭവം നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇറ്റ്സ് ഗോയിങ് ടു ബി സെയിം. നമ്മൾ ഫസ്റ്റ് കാണുന്നത് എന്താണ്? റൂട്ടാണ്. സോ റൂട്ട് എക്സ് ദിസ് ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ്. പക്ഷേ ഇവിടെ അത്ര സിമ്പിളാണോ? അല്ല, ഇവിടെ അത്ര സിമ്പിളല്ല. കാരണം ഇവിടെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് എന്താണ് ചെയിൻ റൂൾ പ്രകാരം ഡോ എക്സ് ഓഫ് ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഫസ്റ്റ് ചെയിൻ റൂൾ യൂസ് ചെയ്യാം. പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ചെയിൻ റൂളിന് കൊടുക്കുക. അപ്പോൾ 1/2 റൂട്ട് എക്സ്. പക്ഷേ റൂട്ട് എക്സിൻ്റെ പകരം ഈ ഒരു വലിയൊരു ടേം ഉണ്ട്, x² + y² + z² ഇൻറ്റു. ഇനി എന്ത് ചെയ്യുക? ഇനി ഞാൻ ഉള്ളോട്ട് പോയി അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു ഉള്ളിലുള്ള 3 ഫംഗ്ഷൻസിനെ കണ്ട് ഇനി എന്ത് ചെയ്യുക? അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇതാണ് ബേസിക്കലി ചെയിൻ റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോ എക്സ് ഓഫ് x² + y² + z². നിങ്ങൾക്കറിയാലോ മറ്റേ നമ്മൾ എന്താണ് ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ ടേമിൽ 0 ആയിപ്പോയി, ബൈ. സെഡിൽ എക്സിൻ്റെ ടേമില്ല, സോ അതും പോയി, ബൈ. അപ്പോൾ ഇനി x² മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി 2x. അപ്പോൾ 1/2 ഇൻറ്റു റൂട്ട് ഓഫ് x² + y² + z² ഇൻറ്റു 2x. ഈ 2ഉം ക്യാൻസൽ. സോ x / റൂട്ട് ഓഫ് x² + y² + z². ഇതേ ഫോർമാറ്റിൽ ഇതേ ചെയ്ത മെത്തേഡ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് WYയും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് അപ്പോൾ 1/2 റൂട്ട് സെയിം സാധനം തന്നെ x² + y² + z² ഇൻറ്റു ഡോ y ഓഫ് x² + y² + z². അപ്പോൾ എന്തായാലും എക്സിൻ്റെ ടേമിലും y ഇല്ല, ഇതും 0 ആയിപ്പോയി. ഈ സെഡിൻ്റെ ടേമിൽ 0 ഇല്ല, അതും y 0 ആയിപ്പോയി. ഇനി y² ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അത് ബേസിക്കലി 2y എന്ന് വരും. അപ്പോൾ ഈ 2ഉം കൂടി ക്യാൻസൽ ആയിപ്പോയി. ഇപ്പോൾ y / റൂട്ട് ഓഫ് x² + y² + z². സിമിലർ ഫാഷനിൽ WZലെ ഡോ Z എന്ന് വരും, Z/ ഇത് നിങ്ങൾ വേണ്ടെങ്കിൽ ഇത് ഒരു ഹോംവർക്ക് ആയിട്ട് വേണ്ടി സോൾവ് ചെയ്ത് ഇതേ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ ഇത് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരു 2Z വരും. ഈ 2ഉം ക്യാൻസൽ ആയി പോയിട്ട് പോകും. Z/. ഇനി നിങ്ങൾക്ക് അത്ര ഡൗട്ട് ആണെങ്കിൽ ഈ ക്വസ്റ്റിന് ഹോംവർക്ക് ആയിട്ട് സോൾവ് ചെയ്യുക. ഞാൻ വെറുതെ എന്താണ്, കാരണം ഒരേ പ്രൊസീജിയർ തന്നെയാണ്. അധികം നമ്മൾ ഒരേ പ്രൊസീജിയറിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാവില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് സോൾവ് ചെയ്ത് നോക്കുക. ഇറ്റ്സ് ഗോയിങ് ടു ബി ദ സെയിം ആൻസർ, സെയിം പ്രൊസീജിയർ, എന്താണ് ടിപ്പിക്കൽ ആൻസർ ആയത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. വീണ്ടും ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ചെയിൻ റൂൾ യൂസ് ചെയ്യണം. കാരണം ഇവിടെ എക്സ്പോണൻ്റ് e⁻x ആയിരുന്ന പ്രശ്നമല്ല. പക്ഷേ e⁻x മുകളിൽ വേറെന്തെങ്കിലും അലമ്പ് പിടിച്ച ചെങ്ങായിക്കളവിടെ കയറി വന്നിട്ടുണ്ട്. എന്തൊരു ഇലക്കിൻ്റെ ഈ ഒരു എക്സ്പോണൻ്റെങ്കിലും ഈ എക്സ്പോണൻറ്റിന് സംസാരിക്കാൻ പറ്റിയിരുന്ന വിചാരിക്കണം. ഞാൻ മര്യാദയ്ക്ക് ഒരു എക്സായിട്ട് നിൽക്കുന്നത് എൻ്റെ മുകളിൽ 2x പിന്നെ അതിനോടൊരു 3z. ഇതേതൊക്കെയുടെ ഒരു എന്തായാലും പറയാൻ
ഈ അധികപ്പറ്റ് നമ്മൾ അധികപ്പറ്റെന്നാണ് നമ്മളെ തലശ്ശേരിയിലൊക്കെ ഈ അധികപ്പറ്റയിൽ ഈ ഒരു സെറ്റൊക്കെ ഇത് ഇടുന്ന കയറി എന്നാൽ എനിക്ക് ഇടങ്ങാറായി പോയിട്ടപ്പോൾ ഇല്ല എന്തെന്നാന്ന് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്തായാലും എക്സ്പോണൻറ്റ് യൂസ് ചെയ്യണം, അല്ല എക്സ്പോണൻ്റ് അല്ല മറ്റേ ചെയിൻ റൂൾ യൂസ് ചെയ്യണം. സോ W = y³ × 2x + 3z. ഇനി Wx കണ്ടുപിടിക്കുക. സോ ∂x കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതായത് എക്സിൻ്റെ അല്ലാത്ത ടേമിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ഡെറിവേറ്റീവിൻ്റെ പുറത്ത്. സോ ∂x of y³. അപ്പോൾ ഈ y³ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ പ്രൊഡക്റ്റ് റൂളൊന്നും യൂസ് ചെയ്യേണ്ട. ഇവിടെ എന്ത് ചെയ്താൽ മതി, ഇത് ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ആക്കി കൺസിഡർ ചെയ്തിട്ട് ഇതിൻ്റെ പുറത്ത് എഴുതുക. y³ × ∂x of e⁻²x പ്ലസ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരുന്നുണ്ട്. എനിക്ക് ഒരു ഡൗട്ട് ഒരു കാലത്ത് കുറച്ച് മുമ്പ് ഞാനിത് ക്വസ്റ്റ്യൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ എൻ്റെ ആൻസർ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ എനിക്കൊരു ഡൗട്ട് വന്നായിരുന്നു. ഇതിപ്പോൾ ഒരു ആൽജിബ്രൈ ഫംഗ്ഷൻ അല്ല, ഇതൊരു എക്സ്പോണൻറ്റ് ഫംഗ്ഷൻ അല്ല. അപ്പോൾ 2 ഡിഫറൻറ്റ് ഫംഗ്ഷൻസ് മൾട്ടിപ്ലിക്കേഷനായിരുന്നു പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി അവിടെ ആവശ്യമില്ല. അതായത് why didn't we explicitly use the product rule? ഇതിന് ആക്ച്വലി ഞാൻ ChatGPT നിന്ന് എടുത്തൊരു ആൻസറാണ്. പ്രൊഡക്റ്റ് റൂൾ ഈസ് നീഡഡ് ഓൺലി വെൻ ബോത്ത് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ഓൺ ദ വേരിയബിൾ യുവർ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഈ y³ നമ്മളെന്താണ് അതിൻ്റെ ഒപ്പരം എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ, നമ്മളിപ്പോൾ ∂x അല്ലേ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ മുകളിൽ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, y³ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം y³ എക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഒപ്പരം എക്സിനൊരു ടേം ഉണ്ടാവണമായിരുന്നു, പക്ഷേ ഇല്ല. y ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. y ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എക്സിനെ ഇപ്പോൾ എന്ത് തലതിരിഞ്ഞ കളി കളിച്ച് കഴിഞ്ഞാലും വൈന് അതൊരു രീതിയിലും ബാധിക്കുന്നില്ല. വൈക്ക് അതൊരു ചൊക്കും ചെയ്യാൻ പോകുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് കെയർ. കാരണം എന്താ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് y. നൗ ചെക്ക് ഡിപ്പെൻഡൻസ് കെയർഫുള്ളി. W = y³ × e⁻²x + 3z. ട്രീറ്റ് y and z as constant because we differentiate with respect. ഇത് പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ്. നോട്ടീസ് y³ does not depend on x. That means it is independent of the variable x. Only e⁻²x + 3z depend on x. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ എക്സ് മാറുമ്പോൾ ഇവിടെ ഒരു വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടേമിൽ മാത്രമേ വേരിയബിൾ ഉള്ളൂ. സോ എഫക്റ്റീവ്ലി നമ്മൾ നോക്കുന്ന ടൈമിൽ ദിസ് ബിക്കംസ് എ കോൺസ്റ്റൻറ്റ്. W = ഈ ഒരു y³ ഒരു കോൺസ്റ്റൻറ്റ് k ഇൻറ്റു ഒരു നമ്പർ പോലെ കൺസിഡർ ചെയ്തിട്ട് k ഇൻറ്റു, അതിപ്പോൾ നമ്മൾ W = 5 × e⁻²x + 3z. അപ്പോൾ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുക, അങ്ങനെ ഇവിടെ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ 5 ഡെറിവേറ്റീവിനെ പുറത്തെടുത്ത് ഇതിന് മാത്രമേ ഡെറിവേറ്റീവ് എടുക്കുക. അതേപോലെ തന്നെ ഈ y³ ഒരു k കോൺസ്റ്റൻ്റേക്ക് കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ മാത്രമേ ∂x of e⁻²x + 3z ഡെറിവേറ്റീവ് എടുത്താൽ മതി. സോ വി ജസ്റ്റ് പുൾ ഔട്ട് y³. അപ്പോൾ y³ പുറത്ത് നൗ വി യൂസ് ദ ചെയിൻ റൂൾ. അത്രയല്ലോ. അതുകൊണ്ടാണ് അവിടെ ആക്ച്വലി നമ്മൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാത്തത്. ഇത് വളരെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോകാൻ ചാൻസിലൊരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ തിയറി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് ആലോചിക്കുക. സോ y³ ∂x of e⁻²x + 3z. ഇവിടെ നിങ്ങൾ എന്താണ് ഒരുപാട് കോംപ്ലിക്കേഷൻ നോക്കുക, നമ്മുടെ ചെയിൻ റൂൾ യൂസ് ചെയ്യാം. ഇങ്ങനെ ആരോ തട്ടി ഫസ്റ്റ് എക്സ്പോണൻറ്റ് തട്ടുമ്പോൾ എക്സ്പോണൻറ്റിൻ്റെ ഒരു കൂസലും ഇല്ല, ഒരു ഇറ്റ് ഡസൻ കെയർ മെൻറ്റാലിറ്റിയാണ്. e⁻x ഡെറിവേറ്റീവ് എടുത്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല e⁻x തന്നെ പുറത്ത് വരാം. സോ e⁻x സ്ഥാനത്ത് പക്ഷേ ഈ ഒരു ടേം ഇൻറ്റു എന്ത് ചെയ്യാൻ വീണ്ടും നമ്മൾ ഉള്ളിൽ തട്ടി നമ്മൾ ആരോ പോയിട്ട് നോക്കുമ്പോൾ ഇവിടെ തട്ടി അടുത്ത ഫംഗ്ഷന് തട്ടി 2x + 3z. ∂x of 2x + 3z. ഇവിടെ നിങ്ങൾ ആലോചിച്ചത് 2x ഡെറിവേറ്റീവ് 2 × ∂x of x. ദിസ് ഈസ് ഗോയിങ് ടു ബി 1. സോ 2 × 1 ഇവിടെ 2 വരും. ഓക്കെ, ഇവിടെ 3z ഇവിടെ എക്സിന് ടേം ഉണ്ടോ, ഇല്ല. അപ്പോൾ 0 ആയിപ്പോയി. അത്രയും നിങ്ങൾ വേറെ ഒരു നോക്കലും ഇല്ല. എന്താണ് സെഡിൽ എക്സിനെ കാണുന്നില്ലെങ്കിൽ ദിസ് ഈസ് ഗോയിങ് ടു ബി 0. ഇനിയിപ്പോൾ 3xz എന്നായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 3z നമുക്ക് ഇൻ്റഗ്രലിൻ്റെ നമ്മളെ ഡെറിവേറ്റീവിനെ പുറത്തെടുത്ത് ∂x of x എന്ന് എഴുതാമായിരുന്നു. എന്നിട്ട് ഇവിടെ 3z എന്നുള്ള ടേം ബാക്കി കിടക്കുമായിരുന്നു. ബട്ട് അതായത് പ്ലസ് 3z എന്നുള്ള ടേം കിടക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അതില്ല. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ബോധറാവേണ്ട ആവശ്യമില്ല. ഫിനിഷ്. 3z ഖത്തം. ഗുഡ് ബൈ, ടാറ്റ, ഗയ. സോ 2y³ e⁻²x + 3z. അടുത്ത ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ, ∂x of w. ഇനി ∂y of w കാണണ്ടെങ്കിൽ ∂y of y³ × e⁻²x + 3z. ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞാൽ ആ ഒരു റൂൾ ഓർമ്മിച്ചുകൊണ്ട് ഇതിവിടെ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം എന്താ, ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയും വൈൻ്റെ ഇടമില്ല, ഇവിടെയും വൈൻ്റെ ഇടമില്ല. സോ ദിസ് ഇസ് ട്രീറ്റഡ് ആസ് എ കോൺസ്റ്റൻ്റ്. നമ്മൾ ഇതിനെ ഒരു കോൺസ്റ്റൻ്റ് ആക്കി ഡെറിവേറ്റീവിനെ പുറത്ത് എഴുതുക. എന്നിട്ട് ഇവിടെ വൈൻ്റെ ഇടമില്ല y³. ഇവിടെ നമ്മളിവിടെ ആക്ച്വലി എന്താണ് y³ എന്താണ് ഭയങ്കര വിഷമമായി പോയി. കാരണം ഇയാളെ എന്താണ് ഈ കളിയിൽ നിന്ന്, അതായത് ഇയാളെ കളിക്ക് കൂട്ടാണ്ട് ഇയാളെ മാത്രം ഡെറിവേറ്റീവ് എടുത്തതിൽ ഒരു വിഷമമായി പോയി. ഇനി നമ്മളെ y³ അവസരമാണ്. y³ അയാളെ എന്താണ് അയാൾക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന അവസരമാണ്. ഇയാൾക്ക് ഇങ്ങനെ ഒരു ഭയങ്കര പരാതി പറയുന്നത് എന്താണ്,
എന്നെ ഡെറിവേറ്റ് ചെയ്യുന്നില്ല, എൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമെങ്കിൽ വിഷമമായിരുന്നു. ഇനിയിപ്പോൾ അയാൾ എന്താണ് വിഷമം മാറ്റി കൊടുത്തിട്ടുണ്ട്, ഇയാൾ ഇനി ഡെറിവേറ്റ് എടുക്കാൻ പോവാം. ഡോ ഓഫ് വൈ ക്യൂബ് e⁻²x + 3z അതേപോലെ തന്നെ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റ് ചെയ്യുന്നത് 3y². പെർഫെക്റ്റ്, ഫൈനൽ ആൻസർ. പെർഫെക്റ്റ്, ഓക്കെ. ഇനി ഡോ z ഓഫ് w കണ്ടുപിടിക്കണം. ഇത് ഡോ y ഓഫ് w. അടുത്തത് ഡോ z ഓഫ് y³ ഇൻറ്റു e⁻3z. എന്തായാലും വീണ്ടും എന്ത് ചെയ്യുക, ഈ y³ ഇവിടെ ആവശ്യമില്ല. y³ നമുക്ക് എന്ത് ചെയ്യാം, ഡെറിവേറ്റീവിൻ്റെ പുറത്ത്. ഇയാൾക്ക് ഇവിടെ വീണ്ടും അയാളെ പുറത്താക്കി, അയാൾക്ക് പിന്നെയും വിഷമമായി പോയി. ഇപ്പം കുറച്ച് മുമ്പേ സന്തോഷിച്ചത് എങ്ങനെയാണ്, ഇപ്പം വീണ്ടും വിഷമമായി പോയി. ഇനി എന്താ ചെയ്യുക, അയാൾക്ക് വല്ല ഐസ്ക്രീം പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് മേടിച്ചു കൊടുക്കുക. പാവം നമ്മൾ y³ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഡോ z ഓഫ് e⁻²x + 3z. സോ y³ വീണ്ടും ഇവിടെ മറ്റേ ചെയിൻ റൂൾ യൂസ് ചെയ്യുക. ഫസ്റ്റ് പോയി ആരോ ഫസ്റ്റ് ഇയിൽ തട്ടി. അപ്പോൾ എക്സ്പോണൻറ്റ് തട്ടുമ്പോൾ ആ എക്സ്പോണൻറ്റ് e⁻x ആവേണ്ടതായിരുന്നു, ബട്ട് e⁻e സാധനം e⁻²x + 3z ഇൻറ്റു ഡെറിവേറ്റീവിനെ നമ്മൾ പോയി തട്ടി എന്താണ് വല്ല ആരോ മുന്നോട്ട് പോയി ഇനി ഈ ഒരു ഫംഗ്ഷനെ കണ്ട്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഡോ z ഓഫ് 2x + 3z. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ നമുക്ക് എന്താണ് ഡോ z ഓഫ്, അതായത് 3 ഇൻറ്റു ഡോ z ഓഫ് z ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 3 ഇൻറ്റു 1 ഇവിടെ ഒരു 3 വരും. ഓക്കെ, ഇവിടെ ഒരു 3 വരേണ്ടതായിരുന്നു, ഇവിടെ 3 വരും. ഇവിടെ എന്താണ് സെഡിൻ്റെ ടേമിലല്ലോ. സോറി മൈ ഫ്രണ്ട് എക്സ്, യുവർ ഡൺ, യുവർ ഗെയിം ഇസ് ഓവർ. സോ ഇത് 0 ആയിപ്പോയി. സോ ഇവിടെ എന്താണ് ആക്ച്വലി, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ എഴുതുകയാണെങ്കിൽ y³ ഇൻറ്റു e⁻²x + 3z ഇൻറ്റു 0 പ്ലസ് ഇവിടെ 3 ഉണ്ടായിരുന്നില്ല 3. അപ്പോൾ ഇവിടെ 3 വരും. സോ ആ 3 ആണ് ഞാൻ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത്. 3 ഇൻറ്റു y³ ഇൻറ്റു e⁻²x + 3z. പെർഫെക്റ്റ്, ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഡോ z ഓഫ് w കാണാം. എക്സ്ട്രാ എക്സാമ്പിൾ 2 ക്വസ്റ്റിനെ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ 2 ക്വസ്റ്റിന് എക്സ്ട്രാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് ഒന്നും കൂടി തറോ ആയിക്കോട്ടെ നേരിച്ചിട്ട് ഞാൻ അതുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ചെയിൻ റൂളാണ്. ഞാൻ അധികം എന്താണ് ചെയിൻ റൂളും ഈ പ്രൊഡക്റ്റ് റൂൾ കോഷൻ റൂളെല്ലാം വെച്ചിട്ട് നിങ്ങളിങ്ങനെ ഇടങ്ങാറായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേങ്കിൽ ഈ ഒരു ലെവൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അറ്റ്ലീസ്റ്റ് ഈ ഒരു ചെയിൻ റൂൾ എങ്കിലും ഒന്ന് മര്യാദയ്ക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ചെയിൻ റൂളിൻ്റെ അപ്പുറത്തൊരു ക്വസ്റ്റ്യൻ ഒന്നും എന്തായാലും ചെയിൻ റൂളും പ്രൊഡക്റ്റ് റൂളും ഞാൻ മുൻപത്തെ ഒരു പേജൊക്കെ ഞാൻ കയറി കളഞ്ഞു. അതായത് പ്രൊഡക്റ്റ് റൂളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരു കോസിൻ്റെ ഒക്കെ വരുന്ന ഒരു x ഇൻറ്റു കോസ് XY³ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇവിടെ ആക്ച്വലി പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം, മറ്റേ ഇവിടെ ഈ ഒരു കോസിൻ്റെ കേസിലൂടെ ചെയിൻ റൂൾ യൂസ് ചെയ്യണം. ഇതിൻ്റെ ഈ ഒരു ഞാൻ പറഞ്ഞില്ല, ഇതാണ് മാക്സിമം ഹയസ്റ്റ് ഡിഫിക്കൽട്ടി ലെവൽ. ഇതന്നെ എക്സാമിന് വരാൻ സാധ്യതയില്ല. ഇതിന് വന്നു കഴിഞ്ഞാൽ ഇതാണ് 6 മാർക്കിന് വരുന്ന ഏറ്റവും ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആയത്. അത് നമ്മൾ ഏറ്റവും സിമ്പിളായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ചെയിൻ റൂളൊക്കെ മിനിമം പഠിച്ചു നോക്കുക. വരുന്നുണ്ട് മിനിമം ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. മാക്സിമം പോയാൽ ഒരു പ്രൊഡക്റ്റ് റൂളും ചെയിൻ റൂളും ഒരു കോമ്പിനേഷനിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും മാക്സിമം ഡിഫിക്കൽട്ട്. അതിൻ്റെ അപ്പുറത്തൊരു ഡിഫിക്കൽട്ടിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ മതി. എത്ര ഷുവറായിട്ട് എനിക്ക് പറയാൻ പറ്റും അത്. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് സോ എന്താണ് വാലന്റൈൻസ് വീക്ക് അവസാനിച്ചിട്ടുണ്ട്. എനിക്ക് ഏതായാലും എൻ്റെ എന്താണ് ഐ കുഡൻറ്റ് ഫൈൻഡ് എനിബഡി ടു ലവ്, സോ ഐ ജസ്റ്റ് ലവ്ഡ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് ഇസ് കൈൻഡ് ഓഫ് ബിക്കം മൈ ന്യൂ ലവർ നൗ. സോ ഇതിനെ എന്താണ് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നു. ഇതിനു വേണ്ടി ഒരു റെഡ് ഫ്ലവറിനൊക്കെ ഒരു റെഡ് പെന്ന് കൊടുക്കുന്നു. സോ വിത്ത് ദ ലാംഗ്വേജ് ഓഫ് ലവ്, വിത്ത് ദ ലാംഗ്വേജ് ഓഫ് മാത്തമാറ്റിക്സ് നമുക്കിനി അടുത്ത വീഡിയോ കാണാം.